السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടമെന്ന് പറയുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പെട്ടെന്ന് വർദ്ധിക്കുകയും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ജീവിത സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് നമുക്കങ്ങ് വിശാലമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു ഖൈറ് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഇപ്പുറത്ത് വലിയ ആശങ്കകളും വെല്ലുവിളികളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം ടെക്നോളജികൾ അത് ഉപയോഗിക്കുന്നത് ഇരുതല മൂർച്ചയുള്ള കത്തികളെ പോലെയാണ്. ഒരു ഭാഗത്ത് അതിന് ഉപകാരമുണ്ട് എങ്കിലും മറുഭാഗത്ത് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെ ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് ശരിയായ ദിശ കൊടുത്ത് ശരിയായ ഇസ്ലാമിൻ്റെ വഴിയിലൂടെ ഇതിൽ നിന്നെല്ലാം സംരക്ഷിച്ചുകൊണ്ട് വളർത്തുക എന്നുള്ളത് വലിയ ആശങ്കയുള്ളൊരു കാര്യമായി മാറിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു സ്വത്ത് മാത്രമല്ല മക്കളെന്ന് പറയുന്നത്. മറിച്ച് അല്ലാഹു നമുക്ക് ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ചേൽപ്പിക്കാൻ നൽകിയിട്ടുള്ള അമാനത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ എന്നുള്ളത്. അവരുടെ ശാരീരിക വളർച്ച അതെത്രമാത്രം നന്നാക്കണം, ഗുണമേന്മയുള്ളതാക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാളുപരി അവരുടെ ദീനിയായ, അവരുടെ ഖൽബിന്റെ സലാമത്ത്, അതിന്റെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വ അഹ്ലീകും നാറ. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരെ, നിങ്ങൾ ഖു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യം സംരക്ഷിക്കണം, സൂക്ഷിക്കണം. വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യവും നാറൻ, നരകത്തിൽ നിന്നും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മുടെ കാര്യം മാത്രം നോക്കി പോകുക എന്നുള്ളതല്ല മുസ്ലിമായ ഒരു രക്ഷിതാവിന്റെ, മുസ്ലിമായ ഒരു വ്യക്തിയുടെ ജോലി എന്ന് പറയുന്നത്. മറിച്ച് അവന്റെ കുടുംബത്തിന്റെ കാര്യവും തന്റെ കാര്യം പോലെ നോക്കേണ്ടത് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും, മനുഷ്യരിൽ ഓരോരുത്തരും റാഇനാണ്, ചില ഭരണം കൈയാളുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഭരണം കൈയാളുന്ന ആളുകളെ പോലെ തന്നെ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങളുടെ പ്രജകളെക്കുറിച്ച്, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ്. മസ്ഊൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച്, അവളുടെ ദീൻ എന്താണ്, അവളെന്താണ്, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരിയായ രൂപത്തിലുള്ള മാർഗനിർദ്ദേശം എന്തുകൊണ്ട് അവൾക്ക് നൽകിയിട്ടില്ല, അള്ളാഹു ചോദിക്കുന്നതാണ്. കാരണം അർരിജാലു ഖവ്വാമുന അലൻ നിസാ, പുരുഷന്മാർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്ത്രീകളുടെ മേൽ എന്ത് തന്നിട്ടുണ്ട്, അവകാശങ്ങൾ തന്നിട്ടുണ്ട്. അവരുടെ മേൽ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്.
അവന്റെ മേലാണ് അവൾക്ക് വേണ്ട ചിലവും അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കലുമെല്ലാം അല്ലാഹു തആല ബാധ്യതയാക്കിയിട്ടുള്ള പുരുഷനാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യം അത് അവൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല, നിന്റെ കയ്യിലായിരിക്കണം. നിന്റെ കയ്യിലായിരിക്കണം അവൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം നിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ നിന്റെ മക്കളുടെ കാര്യവും ഓരോരുത്തരെയും അവർക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിക്കാൻ അയച്ചുവിടുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ നിശ്ചയിച്ചത് അങ്ങനെയല്ല. മറിച്ച് നിന്നെ നിശ്ചയിച്ചത് ഒരു ആട്ടിടയൻ എങ്ങനെയാണോ ആട്ടിൻ പറ്റങ്ങളെ ചെന്നായ്ക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിച്ചുകൊണ്ട് കൃത്യമായി പരിപാലിക്കുന്നത്, അതുപോലെ തന്നെ നീ നിന്റെ മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ദീനിനെ റാഞ്ചിയെടുക്കാൻ തക്കത്തിൽ നമുക്ക് ചുറ്റും കാത്തു നിൽക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇനി അതല്ല, ഇസ്ലാമിന്റെ അകത്തളങ്ങളിൽ തന്നെയും കാപട്യത്തിന്റെ മുഖവുമായി വലിയ വലിയ വാഗ്ദാനങ്ങളെല്ലാം അവരോട് പറഞ്ഞുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ ഇല്ലാതാക്കി കളയുന്ന വിരുദ്ധന്മാരുമുണ്ട്. ഇതിൽ നിന്നെല്ലാം എന്റെ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീൻ എന്താണ്, ദീനുൽ ഇസ്ലാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്ര മനോഹരമായ സുന്ദരമായ കാരുണ്യത്തിന്റെ മതമാണ് എന്നെല്ലാം കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ഈ ദീനിന്റെ മൂല്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ, ഈ ദീനിന്റെ നിയമങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ നമുക്ക് ഇരുലോകത്തും സമാധാനവും രക്ഷയും ലഭിക്കുകയില്ല എന്ന കാര്യം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ മക്കൾക്ക് ദീനുൽ ഇസ്ലാമിനോടുള്ള സ്നേഹം ഉണ്ടാക്കി കൊടുക്കണം. ദീനുൽ ഇസ്ലാമിന്റെ വഴികൾ നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കണം. ഇതാ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ യഥാർത്ഥ രൂപത്തിൽ അവരെ മതചിട്ടയോടുകൂടി വളർത്തിക്കൊണ്ട് ഇത്തരം ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും നമ്മൾ സംരക്ഷിച്ച് നിർത്തണം എന്നുള്ളതാണ് സഹോദരങ്ങളെ ആകത്തുകയായി പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മക്കളെ എങ്ങനെയാണ് നല്ല രീതിയിൽ പരിപാലിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസക്തമായ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് ഇന്നത്തെ വിഷയം നിങ്ങളെ കേൾപ്പിക്കുന്നത്. അഷേഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുമുല്ലാഹ് അദ്ദേഹം അശ്റു റകായിസ് ഫി തർബിയത്തിൽ അബ്നാ, മക്കളുടെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളൊരു റിസാലയുണ്ട്. അതിൽ നിന്നും ചില കാര്യങ്ങളാണ് സഹോദരങ്ങളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാം ദീനിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു കാരണമാക്കി തീർക്കുമാറാകട്ടെ. നാളെ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ മക്കളെ നമ്മുടെ വഴിയിലേക്ക്, നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പനകൾ അത് കൃത്യമായി പരിപാലിക്കപ്പെടാൻ നമ്മൾ ഏറ്റവും ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ തന്നെയാണ്. ഇഖ്തിയാറു സൗജത്തി സാലിഹ എന്നുള്ളതാണ് അദ്ദേഹം ഒന്നാമതായി പറയുന്നത്. നിങ്ങൾ ഒരു ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ സാലിഹത്തായ ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കണം. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം കഴിയാത്തവരാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞ ആളുകൾക്കും ഇതിൽ പാഠമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിപാലിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യകതകളെല്ലാം പറയുമ്പോൾ, നിങ്ങളുടെ മക്കൾ ഇസ്ലാമിന്റെ മക്കളായി മാറ്റണം എന്നെല്ലാം പറയുമ്പോൾ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു പെണ്ണിനെ നിങ്ങളുടെ ഇണയായി സ്വീകരിക്കണം എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇണയിലൂടെയാണ് നിങ്ങൾക്ക് മക്കളെ നൽകുന്നത്. ആ ഇണയിലൂടെയാണ് മക്കളെ നൽകുന്നത്. അല്ല, നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധവും ഏറ്റവും കൂടുതൽ അടുപ്പവും ഉണ്ടായിരിക്കുക അവരുടെ ഉമ്മമാരോടാണ്. അല്ല, ദീനുൽ ഇസ്ലാം ഉമ്മമാരോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആണാകട്ടെ പെണ്ണാകട്ടെ, അവരുടെ ഉമ്മയോടായിരിക്കും. ആ ഉമ്മ നല്ല ഉമ്മയാണെങ്കിൽ, നല്ല ദീനുള്ള ഉമ്മയാണെങ്കിൽ, ആ കുട്ടികൾക്ക് ലഭിക്കുന്ന തർബിയത്ത് അത് തന്നെ ധാരാളമായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലിഅർബഅ, 4 കാര്യങ്ങൾ കൊണ്ട് സ്ത്രീകൾ വിവാഹം കഴിച്ചു പോകാറുണ്ട്. ആളുകൾ 4 കാര്യങ്ങൾ സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ നോക്കും. ഒന്ന് ലിമാലിഹ, അവരുടെ സമ്പത്ത് നോക്കും. ചില ആളുകൾ നല്ല സമ്പത്തുള്ള തറവാട്ടിൽ നിന്ന് കെട്ടിയാൽ രക്ഷപ്പെടും എന്നുള്ള രൂപത്തിൽ അങ്ങനെ നോക്കും. വലി ഹസബിഹ, അതുപോലെ തന്നെ അവളുടെ തറവാടൊക്കെ നോക്കും. നല്ല തറവാടുള്ളവളാണ്, ആ രൂപത്തിലൊക്കെ നോക്കുന്നുണ്ട്. ഇതിനൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഓ ജമാലിഹ, നല്ല ഭംഗിയുള്ള പെണ്ണിനെ നോക്കിയ ആളുകൾ വിവാഹം കഴിക്കാറുണ്ട്. അതുപോലെ വലി ദീനിഹ, ദീനിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവാഹം കഴിക്കുന്നവരുമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൽഫർ ബി ദാത്തി ദീൻ, നീ ദീനുള്ളവളെ കരസ്ഥമാക്കുക. തരിബത് യദാക്, നിന്റെ 2 കരങ്ങളും മണ്ണു പുരണ്ടാലും ശരി.
അഥവാ നിനക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും ശരി, നീ ദീനുള്ളവളെ കരസ്ഥമാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ചിലപ്പോൾ ദീനുള്ളവളെ അന്വേഷിച്ചു പോകുമ്പോൾ ആദ്യം പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ദീനുണ്ട്, ഇപ്പുറത്ത് സമ്പത്തുണ്ട്. സമ്പത്തുള്ളവൾക്ക് ദീനില്ല, ദീനുള്ളവൾക്ക് സമ്പത്തിൽ കുറവുണ്ട്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? പലരും പറയേ ഇത് വേണ്ട, ദീനൊക്കെ നമുക്ക് പിന്നീട് പഠിപ്പിച്ചു കൊടുക്കാം, പക്ഷെ സമ്പത്തിന് അവർക്ക് വലിയ പ്രതീക്ഷയില്ല, ആ കുടുംബത്തിൽ വലിയ പ്രതീക്ഷയില്ല, ദീന് വേണം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ദീൻ എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് സമ്പത്തിനേക്കാളും വലിയ റിസ്ക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ദീന് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് അവന് ലഭിച്ച ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് പെട്ടെന്ന് കൊടുത്ത് പെട്ടെന്ന് തിരിച്ച് അങ്ങനെയൊന്നും കഴിയുന്ന ഒരു കാര്യമല്ല. അതിന് വലിയ കാര്യമുണ്ട്, അതിന് വലിയ വിലയുണ്ട്. ആളുകൾ അതിന് വളരെ വില കുറഞ്ഞ് കാണുന്നത് കൊണ്ട്, സമ്പത്തിന് വലിയ വില കൊടുക്കുന്നത് കൊണ്ട് പലപ്പോഴും തറവാട് മഹിമക്കും അതുപോലെ തന്നെ സമ്പത്തിനും സൗന്ദര്യത്തിനും ഒക്കെ മുന്നിൽ ദീനിന് അടിയറ വെക്കുന്നത് പലപ്പോഴും കാണും. ദീനുള്ള അന്വേഷണങ്ങൾ വന്നാലേ ചിലപ്പോൾ അത് പരിഗണിക്കൂല. പോരാ, ഓരോ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പോരാ, അത്ര വലിയ പണമൊന്നുമില്ല, ആ രൂപത്തിലൊക്കെ ആളുകൾ തിരഞ്ഞെടുക്കും. പക്ഷേ ഫലം വലിയൊരു കുടുംബം സഹോദരങ്ങളെ അത് ഇസ്ലാമികമല്ലാതിരിക്കാനുള്ള കാരണമായി മാറുകയാണ്. അങ്ങനെ ആയിത്തീരുകയാണ്. എപ്പോഴും അങ്ങനെ ആയിക്കോളും നിർബന്ധമില്ല. ചില ദീനില്ലാത്തവർ പിന്നീട് ദീനിലേക്ക് വന്നേക്കാം, പക്ഷെ എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്? നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യം പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ദീനുള്ള പെണ്ണിനെ തന്നെ തിരഞ്ഞെടുക്കണം. അതിനല്പം കാത്തു നിന്നാലും ശരി, ദീനുള്ള ആളുകളെ അല്ലാതെ നിങ്ങൾ കരസ്ഥമാക്കരുത് എന്നാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ റസഖഹുല്ലാഹു ഇംറഅത്തൻ സാലിഹ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹത്തായ ഒരു പെണ്ണിനെ നൽകിയിട്ടുണ്ട് എങ്കിൽ ഫഖദ് ആനഹു അലാ ശത്രി ദീനിഹി, അവന്റെ ദീനിന്റെ പാതിയിൽ അവൾ അവനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. അല്ലെങ്കിൽ അല്ലാഹു തആല അവനെ സഹായിച്ചിട്ടുണ്ട്. ഫല്യത്തഖില്ലാഹ ഫി ശത്രിൽ ബാഖി, അതുകൊണ്ട് ബാക്കിയുള്ള കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്കുക. എനിക്ക് കല്യാണം കഴിച്ച ആളുകൾ എന്ത് ചെയ്യണം ചിന്തിക്കുന്നുണ്ടാകും. കല്യാണം കഴിച്ച ആളുകൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം നിങ്ങൾ ദീന് ശ്രദ്ധിക്കണം. ഭാര്യയ്ക്ക് നിങ്ങൾ ദീന് പറഞ്ഞു കൊടുക്കണം. കാരണം മക്കളെ ഏറ്റവും കൂടുതൽ സമയവും മക്കളുമായി ബന്ധമുണ്ടാകുന്ന ഭാര്യയായിരിക്കും. ആ ഭാര്യയെ നിങ്ങൾ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഭാര്യ ദീനുള്ളവളായാൽ അവൾ മക്കളുടെ കാര്യം ഒരുപാട് കാര്യങ്ങൾ അവൾ നിന്നെ സഹായിക്കും. മക്കൾക്ക് കൊണ്ട പരിപാലനങ്ങളിൽ ഭാര്യയായിരിക്കും എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രൂപത്തിൽ തർബിയത്തൊക്കെ കൊടുക്കാനുണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദീനുൽ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നല്ല ഇണയെ തെരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് ഗർസുൽ അഖീദത്തി വൽ ഈമാൻ, ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും പാഠങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികൾ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഈ കാലഘട്ടത്തിലെ പല ഫിത്നകളെയും നേരിടുമ്പോൾ, ആ ഫിത്നകളിൽ നിന്നും ആ പറയുന്ന കുഴപ്പങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയായ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടുള്ള വിശ്വാസം അവരുടെ ഹൃദയത്തിൽ നന്നായി നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്? എന്തിനാണ് ഈ ഭൂമിയിൽ ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകിയിട്ടുള്ളത്? എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മോട് നിശ്ചയിച്ചത്? ഈ പറയുന്ന വിശ്വാസ കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു വടവൃക്ഷം എങ്ങനെയാണോ അതിന്റെ വേരുകൾ ആഴത്തിൽ മണ്ണിലേക്ക് ഊന്നിറങ്ങിക്കൊണ്ട് കാറ്റും കോളും വരുമ്പോൾ പിടിച്ചു നിൽക്കുന്നത്, അതുപോലെ മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ കാര്യങ്ങളെ ഉദാഹരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള ഒരു മരത്തിന്റെ കാര്യത്തിലാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ. നിങ്ങൾ കണ്ടിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് കലിമത്തുൻ ത്വയ്യിബത്തിന് ഒരു ഉദാഹരണം പറഞ്ഞത്. എന്താണ് കലിമത്തുൻ ത്വയ്യിബ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ കാര്യം എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഉദാഹരണം പറഞ്ഞത്? അതൊരു കശജറത്തിൻ ത്വയ്യിബ, നല്ലൊരു വൃക്ഷത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉദാഹരണമായി പറഞ്ഞത്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേരുകൾ അത് ഉറച്ചു നിൽക്കുകയാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ കാണ്ഡങ്ങൾ, അതിന്റെ ശിഖിരങ്ങൾ അത് ആകാശത്തേക്ക് ഇങ്ങനെ അത് പന്തലിച്ച് നിൽക്കുകയാണ്. ആളുകൾക്ക് ഉപകരിക്കുന്നുണ്ട്. അതിന്റെ തണലിൽ നിന്നും അതിന്റെ ഫലങ്ങളിൽ നിന്നും ആളുകൾ ഉപയോഗം സ്വീകരിക്കുന്നുണ്ട്, ഉപയോഗം കിട്ടുന്നുണ്ട്. എന്നാൽ അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടാണുള്ളത്. ഇങ്ങനെയാണ് അവർക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് അതിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വമസലു കലിമത്തിൻ ഖബീസ, എന്നാൽ ഒരു മോശപ്പെട്ട
ഒരു ഖബീസായ ഒരു കലിമത്തിന്റെ ഉദാഹരണം അല്ലാഹു തആല പറയുന്നത് കശജറത്തിൻ ഖബീസ ഇജ്തുസ്തത് മിൻ ഫൗഖിൽ അർദ് മാ ലഹാ മിൻ ഖറാർ. അതൊരു മോശപ്പെട്ട ഒരു വൃക്ഷത്തോടാണ്. അത് ഭൂമിയിൽ നിന്നും പിഴുതെറിയപ്പെടുകയാണ്. അതിന് യാതൊരു സ്ഥാനവും അവിടെ കിട്ടുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ തൗഹീദ് ഇല്ലാത്ത യഥാർത്ഥ അടിസ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് കാര്യങ്ങൾ സംശയമായി പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കേൾക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നു. ഇതെല്ലാം സഹോദരങ്ങളെ, എന്റെ പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഒരാൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികളെ ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത് മറ്റുള്ള എല്ലാ മാനേഴ്സിനും മുമ്പും വിശ്വാസ കാര്യങ്ങളാണ്. നോക്കൂ, മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ കുറിച്ച് ലുഖ്മാൻ നബിയല്ല എന്നുള്ളതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും ശരിയായ അഭിപ്രായം. അല്ലാഹു അലം. ലുഖ്മാൻ അദ്ദേഹം ഒരു തത്വജ്ഞാനിയായ ഒരു മനുഷ്യനായിരുന്നു. ആ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഒരു സൂറത്ത് തന്നെ 31-ാമത്തെ അധ്യായം അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പേരിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ 2-ാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ. ആ ഉപദേശത്തിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത് എന്താണ്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ മകനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും ഷിർക്ക് എന്ന് പറയുന്നത് അത് കടുത്ത പാപമാണ്, കടുത്ത അക്രമമാണ് എന്നാണ്. അദ്ദേഹം നൽകിയ ഉപദേശത്തിന്റെ ആകത്തുക റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു തരികയാണ്. അല്ല, ആ മകന് അദ്ദേഹം തൗഹീദിന്റെ പാഠങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനയാണത്. ഷിർക്ക് വലിയ അക്രമമാണ് എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് അത് അക്രമമായി, എന്തുകൊണ്ടാണ് ഷിർക്ക് ഇത്ര വലിയ പാപമായത്, എന്തുകൊണ്ട് ഷിർക്ക് ചെയ്തുകൂടാ, തൗഹീദാണ് അടിസ്ഥാനം. ഈ വക കാര്യങ്ങൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. തൗഹീദിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചിന്തിക്കണം, നമ്മളെ മക്കളിലെ പ്രായമായി മനസ്സിലാകുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന പ്രായത്തിൽ ഈ തൗഹീദിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത ആളുകൾ എത്രയുണ്ട്. എന്നാൽ പലപ്പോഴും ഇതിന് നേർവിരുദ്ധമായ കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ കിട്ടുന്നത്. പല കാർട്ടൂണുകളിലൂടെയും ആ രൂപത്തിലുള്ള ഇങ്ങനെയുള്ള വെബ് സീരീസിലൂടെയൊക്കെ കുട്ടികൾ കാണുന്നത് പല ശക്തികളെ, എന്തൊക്കെയോ കഴിവുള്ള പല ക്യാരക്ടേഴ്സിനെയാണ് അവർ കാണുന്നത്. ഇതിനൊക്കെ വലിയ ശക്തിയുണ്ട്. അതിൽ ചില ശക്തികൾ അത് ദുനിയാവിനെ കീഴടക്കുന്ന വലിയ ശക്തിയുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടാകും, കാറ്റിനെ കീഴടക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ പലതുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് വലിയ ശക്തിയുള്ള എന്തോ എന്ന് കുട്ടികൾ വിചാരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നില്ല ഇതൊക്കെ കണ്ടാൽ അത് കളിയാണെന്ന് കുട്ടികൾ ഇല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലേക്ക് കയറുന്ന ചിന്തകൾ അത് വേറെ തലത്തിലായിരിക്കും. അത് അവരുടെ മനസ്സിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഇത് സഹോദരങ്ങളെ യഥാർത്ഥ അഖീദ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ നൽകുകയാണ്. പലപ്പോഴും പല മാതാപിതാക്കളും ഇതിന്റെ പിന്നിലുള്ള അജണ്ടകളെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഇതുണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ പല അജണ്ടകളുണ്ട്. ഇത്തരം ഗെയിമുകളും ഇത്തരം കാർട്ടൂണുകളും ഇത്തരത്തിലുള്ള വെബ് സീരീസുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ കുട്ടികളുടെ വിശ്വാസം തെറ്റിക്കാനുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായ അജണ്ടകളിലൂടെയാണ് പലതും നടപ്പാക്കുന്നത്. നമ്മൾ വെറുതെ കളിയല്ലേ സമയമല്ലേ എന്ന് പറഞ്ഞ് കുട്ടിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടികളുടെ മനസ്സ് ചെറിയ പ്രായത്തിൽ തന്നെ എന്തൊക്കെയോ വികല വിശ്വാസങ്ങളാൽ ഊട്ടപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ തരത്തിലുള്ള വിശ്വാസങ്ങൾ, ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിൽ യാതൊരു മടിയും നമുക്ക് ഉണ്ടാകേണ്ടതില്ല. നമ്മൾ കുട്ടിയൊക്കെ തൗഹീദ് എന്താണ്, ഇന്ന കാര്യം ചെയ്യുന്നത് ശിർക്കാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹുവാണ് ഇതെല്ലാം നമുക്ക് നൽകിയത്. അതുകൊണ്ട് ആ അള്ളാഹുവിന് മാത്രമേ നമ്മൾ നന്ദി കാണിക്കാൻ പാടുള്ളൂ. നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, നമ്മൾ സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായമുള്ള അവിടുത്തെ സഹോദരപുത്രൻ, അല്ലെങ്കിൽ അവിടുത്തെ ഉപ്പയുടെ സഹോദരന്റെ പുത്രനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാ ഗുലാം, അല്ലയോ മകനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 15ന്റെ താഴെ ഉള്ള ചെറിയ പ്രായം അദ്ദേഹത്തിനുള്ളൂ. ഇപ്പൊ ഗുലാം എന്ന് പറയുന്നത് അങ്ങനെ പ്രായപൂർത്തിയോട് അടുത്ത് നിൽക്കുന്ന ചില പ്രായമാണ്. പ്രായപൂർത്തിയോടെ ഏകദേശം 13 അല്ലെങ്കിൽ 15 അത്തരം പ്രായം മാത്രമുള്ള കുട്ടിയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇന്നാൾ വലിയ പാഠങ്ങളായിട്ട് കാണുന്ന ഈ കാര്യങ്ങൾ ചെറിയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, കുട്ടിയെ ഞാനിതാ നിനക്ക് ചില വാക്യങ്ങൾ, ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇഹ്ഫളില്ലാഹ് യഹ്ഫൾക്ക്, നീ നിന്റെ ജീവിതത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ നീ സംരക്ഷിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും.
നിനക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇതാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ കുട്ടികൾ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സും, കാർട്ടൂൺ ക്യാരക്ടേഴ്സും, ഇതെല്ലാം എന്നെ സഹായിക്കും, നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ ഓടി വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹിന്റെ ദീനിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചാൽ അള്ളാഹിനെ നിനക്ക് മുന്നിൽ കാണാം. അള്ളാഹുവിന്റെ സഹായങ്ങൾ നിനക്ക് കിട്ടും. ആവശ്യങ്ങൾ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരു സഹായിയായി നിന്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ നീ അള്ളാഹുവിനെ എപ്പോഴും സൂക്ഷിക്കണം. ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്നിട്ട് പറയണം, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. നമുക്ക് തൗഹീദിന്റെ പാഠം ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ. നീ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിലും നീ അള്ളാഹുവിനോട് ചോദിക്കണം. നീ സഹായം ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ചോദിക്കണം. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്, ചെറിയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ. ചെറിയ കുട്ടിയുടെ മനസ്സിൽ ഇതാണ് നീ സഹായം ചോദിക്കേണ്ടത്. ഇത് എന്ത് സഹായമായിരിക്കും അല്ലെ? സാന്ദർഭികമായി പറയുകയാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ ഉമ്മയോട് വെള്ളം ചോദിക്കേണ്ട, അതാണ് ഉടൻ വിശ്വാസം പറയുന്നത്. ഒരിക്കലും ഒരു സഹാബി അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് ചില ആളുകൾ തൗഹീദിന്റെ ഈ പാഠം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് ഡോക്ടറോട് സഹായം ചോദിക്കാറില്ലേ, ഉമ്മയോട് ഭക്ഷണം കൊണ്ടുവരാൻ സഹായം ചോദിക്കാറില്ലേ? ഇതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമായിട്ട്. അത് ചോദിക്കരുത് എന്നാണ് ഏതെങ്കിലും സഹാബി അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ സഹായചോത്തേട്ടം രണ്ട് രൂപത്തിലുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്ന് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായതേട്ടം, രണ്ട് പടപ്പുകളോട് ചോദിക്കാൻ അനുവാദമുള്ള സഹായതേട്ടം. അതിനൊക്കെ ചോദിക്കുകയോ ചോദിക്കാതിരിക്കുകയോ ചെയ്യാം, ആവശ്യമുള്ളത്. ഇത് അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യം. അതാണ് ഇവിടെ പറയുന്നത്, യാതൊരു സംശയവുമില്ല. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യത്തിൽ അള്ളാഹുവിനോടല്ലാതെ ഒരാളോട് നീ ചോദിക്കാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. നീ സഹായം ചോദിക്കുമ്പോൾ നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ, നിന്റെ രോഗം മാറണോ, പ്രയാസങ്ങൾ മാറണോ, ബുദ്ധിമുട്ടുകൾ മാറണോ, നീ അള്ളാഹുവിനോട് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിക്കാ പറഞ്ഞു കൊടുക്കുന്നത്. പ്രായപൂർത്തിയോട് അടുത്ത് എത്തിയ ഒരു കുട്ടിക്ക് ഈ തൗഹീദിന്റെ പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ ലുക്മാൻ അലൈഹിസ്സലാം, ലുക്മാൻ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തതും ഈ കാര്യമാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. അവരൊക്കെ ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് അഖീദയുടെയും തൗഹീദിന്റെയും പാഠം. അതിന് ചില ആളുകൾ കുട്ടികൾക്ക് ഇങ്ങനെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, നല്ലത് തന്നെ. കേവല ചരിത്രങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിന്റെ യഥാർത്ഥത്തിൽ വിശ്വാസ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് ശേഷം പറയുന്ന കാര്യങ്ങൾ എത്ര മഹത്തരമായ കാര്യമാണ്. നീ അറിയണം, ഈ ഉമ്മത്ത് മുഴുവനും നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു അത് നേരത്തെ തന്നെ എഴുതി വെച്ചതല്ലാതെ നിനക്ക് ഒരു ഉപകാരം ലഭിക്കുകയില്ല. നീ മനസ്സിലാക്കണം. ഞാരിലും പ്രതീക്ഷ വെക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷിച്ചാൽ മതി. എല്ലാ ആളുകളും നിന്നെ സഹായിക്കാൻ തുനിഞ്ഞാലും അള്ളാഹു ആ സഹായം നിനക്ക് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ലഭിക്കുകയില്ല. എന്നാൽ തിരിച്ചും അവരെല്ലാവരും നിന്നെ ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനും വന്നാലും നീ മനസ്സിലാക്കണം, അള്ളാഹു അങ്ങനെ ഒരു ഉപദ്രവം നിനക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലേ വരും. നീ ആരെയും അങ്ങനെ പേടിക്കേണ്ടതില്ല. നീ ഒരു ഭീരുവായി ജീവിക്കേണ്ടവനല്ല, നീ ധൈര്യമുള്ളവനായി ജീവിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കെതിരെ ഒരു കാര്യം നിശ്ചയിച്ചതല്ലാതെ ഒരു സംഭവിക്കൂല. ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് ഇത്തരം ധൈര്യങ്ങളാണ്. അള്ളാഹുവിലേക്കുള്ള തവക്കുലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവന്റെ കൽബിനെ തഅല്ലുക്കും ബന്ധിപ്പിക്കലും ഒക്കെയാണ് ചെറിയ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് നൽകിയിട്ടുള്ളത്. ഇത് നമുക്കും അതിന്റെ പാഠങ്ങളായി മാറുന്നതാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് ലുക്മാൻ പിന്നീട് നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാണ് മുറാഖബത്തുള്ളയെ കുറിച്ചിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ലുക്മാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ഓ കുട്ടി, നീ ഇതാ ചെയ്യുന്ന ഒരു കാര്യം, അതൊരു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു ധാന്യമണി, ചെറിയ നിസ്സാരമായി നിനക്ക് തോന്നുന്ന കാര്യം, അതാണ് നീ ചെയ്യുന്നത്. എന്നിട്ട് ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർദ്, നീ എന്നിട്ട് അതുമായി ഒരു പാറക്കുള്ളിൽ നീ നിന്നു. ചെറിയൊരു കാര്യമാണ്, പുറത്തുനിന്ന് ഒരാളും കാണുന്നു. നീ ഒരു പാറക്കുള്ളിലാണ്, ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും നിന്നു. യഅതി ബിഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മം കാര്യങ്ങൾ അറിയുന്ന, എല്ലാം അറിയുന്നവനായ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത് വളരെ കൃത്യമായി ലുക്മാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ശേഷക്കാർക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് വഹിയായി അല്ലാഹു തആല ബാക്കിയാക്കി നൽകിയിരിക്കുകയാണ്. നോക്കൂ, എന്താണ് ചെറിയ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ കൊടുക്കുന്ന ഒരു ഉപദേശം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ എല്ലാ സമയത്തും കാണും. ഈ കാര്യം ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെ, നമുക്ക് ഏറ്റവും കൂടുതൽ പലപ്പോഴും കുട്ടികൾ മാതാപിതാക്കൾ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് പല തെറ്റുകളും ചെയ്യാൻ കാത്തു നിൽക്കുന്നവരായിരിക്കും.
അപ്പൊ ആ കുട്ടിയൊക്കെ മനസ്സിലാക്കി കൊടുക്കണം ചെറിയ പ്രായത്തിൽ, മോനെ ഞാനിവിടെ ഉണ്ടായാലും ശരി, ഞാനിവിടെ ഇല്ലെങ്കിലും ശരി, ഞാനിനി മരിച്ചുപോയാലും ശരി, നീ ഒറ്റക്കാണെങ്കിലും ശരി, ആളുകളുടെ ഇടയിലാണെങ്കിലും ശരി, നീ ചെയ്യുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അല്ലാഹു ലത്തീഫുൻ ഖബീറുമാണ്, എല്ലാം സസൂക്ഷ്മമായി അറിയും. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ബാഹ്യമായിട്ട് മാത്രം അറിയും, എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ടാവും. നമ്മൾ അറിയാത്ത പല മാറ്റങ്ങളും പല കാര്യങ്ങളും ഇവിടെ ഒക്കെ നടക്കുന്നുണ്ടാവും. അതൊന്നും നമുക്കറിയില്ല. ഇവിടെ എത്ര അണുക്കളുണ്ട്, ഇവിടെ എത്ര കാര്യങ്ങളുണ്ട്, ഇതൊന്നും നമുക്കറിയാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവന് ഗോപ്യമാക്കുന്ന ഒരു കാര്യമില്ല. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്, നമ്മുടെ കണ്ണുകളുടെ കട്ടുനോട്ടം എന്താണ്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാൻ സാധിക്കും. ഈ കാര്യം ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, മുറാഖബത്തുല്ലാഹ്, അള്ളാഹു നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് മോനെ, ഞാനില്ലാത്ത സമയത്ത്, പ്രത്യേകിച്ചും ഇന്നത്തെ മൊബൈലിന്റെയും അത്തരം കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് നീ അതിന് വേറെന്ത് ലോക്ക് ഇട്ടാലും ശരി, നീ അതിന്റെ ആപ്പിന് പാസ്വേഡ് കൊടുത്താലും ശരി, അതിന് നീ ഹൈഡ് ചെയ്ത് വെച്ചാലും ശരി, നീ അതിന്റെ ഹിസ്റ്ററികൾ ഡിലീറ്റ് ചെയ്താലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കൃത്യമായി അറിയും എന്ന മുറാഖബത്തിന്റെ പാഠം, അഖീദയുടെ പാഠമാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു റഹ്മാനാണ്, കാരുണ്യവാനായ റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യമാണ് ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. നീ കാണുന്ന ഓരോ കാര്യങ്ങളും അത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടുണ്ടാകുന്നതാണ്. അള്ളാഹു എത്ര വിശാലമായ കാരുണ്യമുള്ളവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹുവിന്റെ സ്നേഹം കുട്ടികൾക്ക് കിട്ടാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളും പടപ്പുകളോട് ഇങ്ങനെ കാരുണ്യമുള്ളവരാകണം, കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശദീദുൽ ഇഖാബാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെയാണ് ധിക്കരിക്കുന്നത് എന്ന പേടി നമുക്ക് വേണം. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കണം. കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊരടിസ്ഥാനം, ഒരു സൂചന മാത്രമാണ്, അതിന്റെ ആകത്തുക മാത്രമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം അഖീദയുടെ വിശ്വാസത്തിന്റെ പാഠങ്ങൾ ആ കുട്ടികൾക്ക് യോജിക്കുന്ന രൂപത്തിൽ, വലിയ വലിയ കാര്യങ്ങളല്ല, കുട്ടികൾക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായ കാര്യങ്ങൾ സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുറാഖബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളൊക്കെ കൃത്യമായി നൽകിയിട്ടുള്ളത്. ഇത് കേവലം ഓതിപ്പോകാനാണോ? അല്ല, ഇതേപോലുള്ള പാഠങ്ങൾ നമ്മൾ മക്കൾക്ക് കൊടുക്കണം എന്നതിന് വേണ്ടി തന്നെയാണ്. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവെ വിളിച്ചിട്ട് ഉപദേശങ്ങൾ കൊടുത്തത്. അത് കേവലം വായിച്ചു പോകാനല്ല, ഇതുപോലുള്ള ഉപദേശങ്ങൾ നമ്മൾ മക്കൾക്ക് കൊടുക്കണം. ചെറിയ പ്രായത്തിലുള്ള മക്കൾക്ക് അത് കൊടുക്കണം. ഇനി പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം, ആൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ ആ നിലക്ക് കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അവിടെ കൂടുതൽ വിശദീകരിക്കാം. മൂന്നാമതായി അദ്ദേഹം പറയുന്ന കാര്യമാണ് കസ്റത്തു ദുആ. നമ്മൾ മക്കൾ നന്നാവണമെങ്കിൽ, നമ്മൾ മക്കള് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാതിരിക്കണമെങ്കിൽ ഏറ്റവും ശക്തമായ നമ്മുടെ ഒരു ആയുധം ദുആ തന്നെയാണ്. നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ ദുആക്ക് അത്ര വലിയ വില അല്ലാഹു സുബ്ഹാനഹു വ തആല, പരിഗണന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നാണ്. ഈ ദുആ യഥാർത്ഥത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുആ യഥാർത്ഥത്തിൽ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദുആ ചെയ്യണം. അപ്പൊ മക്കളില്ലാത്ത, കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇപ്പൊ തന്നെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നത് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സാലിഹീങ്ങളായ മക്കളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ദുആ ചെയ്യാനാണ്. സാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യണം. മക്കളായിട്ടില്ല, അതിനു മുമ്പ് തന്നെ അള്ളാഹിനോട് ചോദിക്കണം, സാലിഹീങ്ങളായ മക്കളെ എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്യണം. നോക്കൂ, അദ്ദേഹം വീണ്ടും ദുആ ചെയ്യുന്ന മറ്റൊരു സ്ഥലത്ത് കാണാം, സൂറത്ത് ഇബ്രാഹിമിൽ തന്നെ റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹു എന്നെ നിസ്കാരമൊക്കെ നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ, വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരെയും. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ടല്ലോ, മക്കള് നിസ്കരിക്കുന്നില്ല, സമയത്ത് പറഞ്ഞാൽ നിസ്കരിക്കുന്നില്ല, ഭയങ്കര കളിയാണ്, മടിയാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മളെപ്പോഴും ഒഴിഞ്ഞിരുന്ന ആത്മാർത്ഥമായി ഈ ദുആ ചെയ്തിട്ടുണ്ടോ? മക്കൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്തിട്ടുണ്ടോ? റബ്ബി ജഅൽനി മുഖീമസ്സലാ, നമ്മുടെ കാര്യം ആദ്യം പറഞ്ഞു, നമ്മൾ മറന്നു പോകേണ്ടതില്ല. നമ്മൾ ഇന്നും വല്ല നിസ്കാരക്കാരായി എന്ന് വിചാരിച്ചിട്ട് നാളെ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദുആ ചെയ്യുന്നത്, ഒരു നബിയാണ്. ഇത്രയും പരീക്ഷണങ്ങൾ നേരിട്ടൊരു നബി അള്ളാഹുവിനോട് വിനയപൂർവ്വം ദുആ ചെയ്യുന്നത് റബ്ബി ജഅൽനി മുഖീമസ്സലാ, അള്ളാഹുവിനെ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ, വമിൻ ദുർരിയതി, എന്റെ മക്കളെ. അപ്പൊ ആ മക്കൾക്ക്
നിസ്കാരം നിലനിർത്തുന്നവരെ മാറണം. നമ്മൾ മരിച്ചാലും മക്കൾ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളാകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ മാത്രം നിസ്കരിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയാൽ, ടൂർ പോയാൽ, അവിടെ പോയാൽ, ഇവിടെ പോയാൽ, എന്തെങ്കിലും കളികളിൽ പോയാൽ ഇന്നേരം നിസ്കാരം ഒഴിവാക്കുന്ന മക്കളാകാൻ പാടില്ല. എവിടെ പോയാലും, എന്ത് കാര്യത്തിന് പോയാലും, എന്ത് വിനോദത്തിന് പോയാലും നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവർക്ക് ആ ബേജാറുണ്ട്, നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാനുള്ള വഴി നോക്കണം. അങ്ങനെയുള്ള മക്കളെ നമുക്ക് ലഭിക്കണം. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ദുആയിമത റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, അല്ലാഹുവേ നീ നിന്റെ അടുക്കൽ നിന്നും ത്വയ്യിബായ നല്ല കുട്ടികളെ നീ എനിക്ക് നൽകണം. ഇന്നക സമീഉദ് ദുആ, നീ ദുആക്ക് ഉത്തരം ചെയ്യുന്നവനാണല്ലോ, ദുആക്ക് ഉത്തരം കേൾക്കുന്നവനാണല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്ന് നോക്കൂ, സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തെ നിങ്ങൾ പലപ്പോഴും പല വിശദീകരണങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ, കാരുണ്യവനായ അള്ളാഹുവിന്റെ അടിമകൾ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് അവരുടെ ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ അവരുടെ അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, അവർ പറയും റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ ചെയ്യുന്നവരാണ് എന്നാണ്. അവരങ്ങനെ ദുആ ചെയ്യുന്നത് എന്നുള്ളത് അള്ളാഹു അവരുടെ ഒരു നേട്ടമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇത് നമ്മൾ ദുആ ചെയ്യേണ്ട ദുആയാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അഅ്യുൻ, അല്ലാഹുവേ നമ്മുടെ അസ്വാജുകളിൽ നിന്നും, ഭാര്യമാരിൽ നിന്നും, അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്നും നമുക്ക് കൺകുളിർമ നൽകണം. ഖുറത്തു അഅ്യുൻ എന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. അങ്ങനെയുള്ള മക്കളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഏറ്റവും വലിയ കൺകുളിർമ എന്ന് പറയുന്നത് അവരുടെ മക്കള് അള്ളാനെ വഴിപ്പെട്ട് ജീവിക്കുന്നത് കാണുമ്പോഴാണ്. വേറൊന്നുമല്ല. അത് ദീനിന് വില കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, ദുനിയാവിന് വില കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ദീനിന് വില കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദീനാണ് അവന്റെ മനസ്സിലെപ്പോഴും ചിന്തയെങ്കിൽ ഭാര്യയും മക്കളും ദീനിയായിട്ട് ജീവിക്കുന്നത് കാണുന്നതിനേക്കാളും സന്തോഷകരമായ ഒരു കാഴ്ചയില്ല. അതുകൊണ്ട് ആ ഒരു കാഴ്ച അള്ളാഹുവെ നീ എനിക്ക് നൽകണം. അങ്ങനെ എനിക്ക് കാണണം, എൻ്റെ ഭാര്യ എപ്പോഴും ദീനിയായിട്ട്, എൻ്റെ മക്കൾ എപ്പോഴും ദീനിയായിട്ട്. ഇത് അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് അള്ളാഹുവിനോട് നമ്മുടെ നാവ് കൊണ്ട് ചോദിക്കണം. മനസ്സിൽ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യം, ചോദിക്കണം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമായി നമ്മളെ മാറ്റണമേ. മുത്തഖീങ്ങളുടെ മുന്നിൽ നിർത്താവുന്ന യോഗ്യതയുള്ള ആളുകളായി നമ്മളെ മാറ്റണമേ എന്ന് ദുആ ചെയ്യണം. ഈ ദുആ നമ്മൾ പഠിക്കണം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന ദുആ. അതുപോലെ ഈ ദുആ ഇത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ നിലവിൽ മക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം. ഇനി മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പിലും നമ്മൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ചും മാതാപിതാക്കൾ ഈ ദുആ ചെയ്താൽ ഇത് അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാതിൻ മുസ്തജാബാതിൻ ലാ ശക്ക ഫീഹിന്ന, 3 ദുആകളുണ്ട്, അത് സ്വീകരിക്കപ്പെടുന്നവയാണ്, അതിൽ സംശയം വേണ്ട. ഇത് അല്ലാഹു സ്വീകരിക്കുമെന്നുള്ളതിൽ സംശയമേ വേണ്ട, ഉറപ്പിച്ചു പറയാം. നമ്മളെ ദുആ നല്ലതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും അത് സ്വീകരിക്കും. പക്ഷെ ഈ ദുആ ഇത് പ്രത്യേകമായി അല്ലാഹു തആല പരിഗണിക്കുന്നതാണ്. ഒന്നാമതായി പറഞ്ഞത് ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളുടെ ദുആയാണ്. ഉപ്പയോ ഉമ്മയോ ദുആ ചെയ്താൽ അത് പെട്ടെന്ന് സ്വീകരിക്കും എന്നാ പറയുന്നത്. അതുപോലെ പറഞ്ഞു വദഅത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ, വദഅത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ, ഇതൊക്കെ എടുത്തു പറഞ്ഞു. ഇവിടെ നോക്കൂ, ഇവിടെ പ്രത്യേകമായി എടുത്തു പറയും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് നല്ലതിനു വേണ്ടി മാത്രം ദുആ ചെയ്താലല്ല, നിങ്ങൾ മക്കളെ മോശത്തിന് വേണ്ടി ദുആ ചെയ്താലും അത് സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ നാവ് ശ്രദ്ധിക്കണം. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ നശിക്കട്ടെ എന്നൊക്കെ പറയും, നീ തൊലയട്ടെ എന്ന് പറയും, നീ ഒരു കാലത്തും നന്നാവില്ല. അതൊക്കെ എതിരെയുള്ള ദുആകളാണ്. അതൊരിക്കലും അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. അത് മക്കൾ എത്ര തന്നെ നമ്മൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്താലും ശരി, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും മാതാപിതാക്കൾ മക്കൾക്കെതിരെ അങ്ങനെ ഒരു ദുആ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരെ തന്നെ ദുആ ചെയ്യാൻ പാടില്ല. ചില ആൾ സ്വന്തത്തിനെതിരെ ദുആ ചെയ്യും. ഭയങ്കര പ്രയാസം വന്ന് എനിക്ക് എന്തെങ്കിലും വരട്ടെ എന്നൊക്കെ പറയും, എനിക്ക് എന്തെങ്കിലും രോഗമൊക്കെ വന്നിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കട്ടെ എന്നൊക്കെ ദുആ ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വലാ തദ്ഉ അലാ ഔലാദിക്കും, അതേപോലെ നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരെയും നിങ്ങൾ ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? കാരണം ലാ തുവാഫിഖു മിനല്ലാഹി സഅ യുസ്അൽ ഫിഹാ അതാൻ ഫയസ്തജീബു ലക്കും. കാരണം ഒരു സമയമുണ്ട്, ആ സമയത്ത് നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യുന്ന ഒരു സമയമായിരിക്കും അത്. ആ നിങ്ങളുടെ ചോദ്യവും ആ സമയവും ഒത്തുവന്നാൽ അള്ളാഹു ഉടനെ അതിന് ഉത്തരം നൽകുമെന്നാണ്. പെട്ടെന്ന് നിങ്ങളത് കാണേണ്ടി വരും. എതിരെ ദുആ ചെയ്തത് നിങ്ങൾ കാണേണ്ടി വരും. പിന്നെ നിങ്ങൾ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. മക്കൾ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ ഒരു 15 വയസ്സിൽ 18 വയസ്സിൽ അവർ പല കളികൾ കളിക്കുന്ന പ്രായമായിരിക്കും.
എന്തെങ്കിലുമൊക്കെ എതിര് പറഞ്ഞിട്ട് പിന്നെ ജീവിതകാലത്ത് ചിലപ്പോൾ ആ കുട്ടി നല്ല നിലക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അത്ര ഗൗരവമുള്ള കാര്യമാണ്. അത് മനുഷ്യന്റെ ഒരു വിവരക്കേടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്. വയദുൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ. മനുഷ്യൻ ഖൈറിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ തന്നെ ഷർറിന് വേണ്ടി ദുആ ചെയ്യും. വകാനൽ ഇൻസാനു അജൂല. മനുഷ്യൻ ഭയങ്കര തിരക്കുള്ളവനാണ്, തിരക്കാക്കുന്നവനാണ്, അജലത്ത് കാണിക്കുന്നവനാണ്, ക്ഷമയില്ല. എന്തെങ്കിലും കണ്ട് എതിരെ ദുആ ചെയ്യും. അങ്ങനെയുള്ള ആളാണ് അത് എന്നാണ് പറയുന്നത്. മഹാനായ ഖതാദ റഹിമഹുല്ലാ താബിഈയ മുഫസ്സിറാൻ, അദ്ദേഹം വിശദീകരിക്കുന്നു, യദുഉ അലാ മാലിഹി, അവൻ തന്റെ സമ്പത്തിന് എതിരെ ദുആ ചെയ്യും. ഫയൽഅനു മാലഹു വലദ, അവന്റെ കുട്ടിയെയും അവന്റെ സന്താനത്തെയും അവന്റെ സമ്പത്തിനെയൊക്കെ അവൻ ശപിക്കും. വലൗ ഇസ്തജാബ അല്ലാഹു ലഹു ലഅഹ്ലക, അല്ലാഹു എങ്ങാനും അത് ദുആക്ക് ഉത്തരം ചെയ്തിട്ട് അവൻ നശിച്ചത് തന്നെ എന്നാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫളഹുല്ലാ അദ്ദേഹത്തിന്റെ ഇത്തരം ക്ലാസ്സുകളിൽ ഒരിക്കലും പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഇങ്ങനൊരു ഉദാഹരണം, ഒരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് കഅബയെ ചുറ്റും ആളുകളെ കൺട്രോൾ ചെയ്യുന്ന ചില പോലീസുകാരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവിടെ കയറൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലീസുകാരുണ്ട്. അവരിൽപ്പെട്ട ഒരാൾ നേരിട്ട് പറഞ്ഞൊരു കഥയാണ് അദ്ദേഹം പറയുന്നത്. അയാൾ പറഞ്ഞ സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ അയാളിങ്ങനെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഅബയിൽ പോയവരും അല്ലാത്തവരും ഒക്കെ അത് കാണും. അവിടെ ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോലീസുകാരിങ്ങനെ കയറ് പിടിച്ച് നിൽക്കും, അവിടെ ആളുകൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു പോലീസ്, അയാൾ ഒരിക്കൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്ന് ഒച്ചത്തിൽ ഇങ്ങനെ ദുആ ചെയ്യുന്നത് അയാൾ കേട്ടു എന്നാണ്. അല്ലാഹുമ്മ ഉർസുഖ്നി വലദൻ, അള്ളാഹു എനിക്കൊരു കുട്ടിയെ നൽകണം എന്ന് പറഞ്ഞ അയാൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇയാൾ ഒച്ചത്തിൽ ദുആ ചെയ്യുന്നു, കരഞ്ഞ് ദുആ ചെയ്യുന്നു. അങ്ങനെ ഇയാൾ ഒരുപാട് അങ്ങനെ ദുആ ചെയ്യുന്നത് കാരണത്താൽ ഇയാളത് പ്രത്യേകം ശ്രദ്ധിച്ചു. അയാൾ പറയുന്നത് അതുപോലെ അയാൾ എന്തോ ജോലിയിൽ കയറിയ സമയത്ത് എന്തോ ഉള്ളതാണ്, അതുകൊണ്ട് ഈ ഒരു പ്രത്യേക ദുആ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം അവിടെ കഴിഞ്ഞു. പിന്നീട് സംഭവിക്കുന്നത് ഏകദേശം ഒരു വർഷം ഞാൻ മറന്നുപോയി, 15 or 18 എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആണ് ഷെയ്ഖ് പറയുന്നത്, ഈ വ്യക്തി ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്, ഇതേ പോലീസിന്റെ ഉദ്യോഗസ്ഥനായിട്ട് അയാൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ അതേ മനുഷ്യൻ തന്നെ വന്നിട്ട് അല്ലാഹുമ്മ അഹ്ലിക് വലദി, അള്ളാഹു എന്റെ മകനെ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാം. ഒരു മനുഷ്യനിങ്ങനെ ഒച്ചത്തിൽ കരഞ്ഞ് ദുആ ചെയ്യുന്നു. അപ്പൊ 2 കാര്യങ്ങൾ കൊണ്ട് അയാൾ ശ്രദ്ധിച്ചു. ഒന്ന്, മകനെ നശിപ്പിക്കണം എന്നാണ്. പിന്നെ ഒച്ച കേട്ടപ്പോൾ ഇതെവിടെ പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹം ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത് അന്ന് വന്ന ആളാണോ? പക്ഷെ വർഷങ്ങൾ അത്രയും കഴിഞ്ഞിട്ടുണ്ട്, ചില്ലറ വർഷമൊന്നുമല്ല. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ മറ്റൊരാൾ അവിടെ ജോലിക്ക് ഏൽപ്പിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ മനുഷ്യന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ ഇത്ര വർഷം മുമ്പ് മകനെ വേണമെന്ന് പറഞ്ഞ് ദുആ ചെയ്ത ആൾ നിങ്ങളാണോ ഇവിടെ വെച്ചിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ. അപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനോട് 2 പ്രാവശ്യം നിങ്ങൾ ളുൽമ് ചെയ്തു, തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഒന്നാമത് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ ഉർസുഖ്നി വലദൻ, ഒരു കുട്ടിയെ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, സാലിഹൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല, സാലിഹായ മകനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നാമത് നിങ്ങൾ ചെയ്ത് തെറ്റതാണ്. രണ്ടാമത് നിങ്ങൾ മകനെതിരെ നിങ്ങൾ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ഥലം ഉറപ്പാക്കി തരാം. അപ്പൊ ഹജറുൽ അസ്വദിന്റെയും അതുപോലെ വാതിലിന്റെയും ഇടയിലുള്ള മുൽത്തസം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ച് ദുആ ചെയ്താൽ പ്രത്യേക ഉത്തരം കിട്ടും എന്ന് കാണാൻ സാധിക്കും. അവിടെ നെഞ്ചു ചേർത്ത് ഒരാൾക്ക് നിന്ന് ദുആ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഉറപ്പാക്കി തരാം, നിങ്ങൾ അവിടെ വെച്ചിട്ട് മകന്റെ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ വെച്ചിട്ട് മാറ്റി മകന്റെ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തു. മകൻ എന്തൊക്കെയോ വളരെ മോശപ്പെട്ട രീതിയിലേക്ക്, ഇന്ന് പലപ്പോഴും ആൾ കംപ്ലൈന്റ് പറയുന്ന രീതിയിലേക്ക് മകൻ അങ്ങനെ പോയിട്ടുണ്ട്. നിസ്കാരമില്ല, അതുപോലെ പല ഹറാമുകൾ, അങ്ങനെ തോന്നിവാസങ്ങളൊക്കെ ആയിട്ട് മകൻ കൈവിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ഉടനെ ദുആ ചെയ്തു എന്നാണ്. പിന്നീട് അടുത്ത വർഷം അദ്ദേഹം തന്റെ മകനെയും കൂട്ടിയിട്ട് വരിക. എന്നിട്ട് ആ മകനാണ് ഈ പോലീസുകാരനോട് ഈ കാര്യം പറയുന്നത്. അല്ലെങ്കിൽ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടാകാം, കാര്യങ്ങൾ അയാൾ കണ്ടുവിട്ടുന്നു, കാര്യം പറയുന്നു. മകൻ പറയാണ്, ഏതൊരു സമയത്താണോ ഇവിടെ അന്ന് വാപ്പ ദുആ ചെയ്തത്, ആ സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെന്നാണ്. ഞാൻ ഉടനെ തന്നെ വുളു എടുത്തു പോയി നിസ്കരിച്ചു, നിസ്കാരം ആരംഭിച്ചു. പിന്നെ ഞാൻ ദീനിയായ രംഗത്തേക്ക് വന്നു, ഞാൻ മാറി. അങ്ങനെ എനിക്ക് വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായി എന്നാണ്. അത് ഏതൊരു സമയത്താണ് ആ സമയത്ത് ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 2 പേർക്ക് സമയം ഓർമ്മയുണ്ട്. അപ്പൊ നമ്മൾ സഹോദരങ്ങളെ, കാര്യങ്ങൾ അള്ളാഹിനോട് ഒരാൾ ആത്മാർത്ഥമായി പറയേണ്ട രൂപത്തിൽ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഹിദായത്തിനോട് ദുആ ചെയ്ത് സ്വീകരിക്കും. അതുകൊണ്ട് മക്കൾ അങ്ങനെ ആ രൂപത്തിലായി പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അങ്ങനെ അള്ളാഹിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ മക്കൾ കൈവിട്ടു പോകുന്നതിന് മുമ്പും നമ്മൾ ഈ ദുആ പതിവാക്കണം. മക്കളെപ്പോഴും നല്ല രീതിയിൽ കൺകുളിർമയുള്ള മക്കളാക്കണം. എന്ന് പറഞ്ഞാൽ അവരെ ദീനിയായ ചിട്ടയിൽ തന്നെ അള്ളാഹുവെ നീ അവരെ
വളർത്തണമെന്നുള്ള ദുആയാണ്. അല്ലാഹു തആലയോട് പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞ ദുആ ചെയ്യണം. അപ്പൊ ആ ദുആ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നാണ്. അതേപോലെ സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, അടുത്ത കാര്യമായി പറയുന്നത് അത്തഹ്സീനു ബിൽ അദ്കാർ. ദിക്റുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മക്കൾക്ക് സംരക്ഷണം ഒരുക്കണം എന്നുള്ള കാര്യമാണ്. മക്കൾക്ക് ദിക്റുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ലഭിക്കാൻ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചെന്ന കാര്യമാണ് ദിക്റുകൾ. നമ്മൾ രാവിലെയും വൈകുന്നേരം നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിന് ശേഷവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഒക്കെ നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്. അപ്പൊ ആ ദിക്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതെപ്പോഴും പതിവാക്കണം. അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ മക്കൾക്ക് വേണ്ടി ഇത്തരം ദിക്റുകൾ ചൊല്ലുന്നത് ഒരാൾ തന്റെ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യതി അഹ്ല, നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചാൽ ഖാല ബിസ്മില്ലാഹ്, അവൻ എന്ത് ചെയ്യട്ടെ? ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അവൻ പറയട്ടെ ബിസ്മില്ലാഹ്. അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന, അല്ലാഹുവേ പിശാചിനെ നമ്മളിൽ നിന്നും അകറ്റണമേ, എനിക്കിതാ ഇതിലൂടെ ഉണ്ടാകുന്ന ഈ സന്താനം അതിൽ നിന്നും പിശാചിനെ നീ അകറ്റണമേ എന്ന് ദുആ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊരു കുട്ടിയെ നിശ്ചയിക്കുകയാണെങ്കിൽ ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക് ലം യദുർറഹു ശൈത്താനുൻ അബദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പിശാചിന്റെ ഉപദ്രവം ആ കുട്ടിക്ക് ഉണ്ടാക്കുകയില്ല എന്നാണ് പറയുന്നത്. അതിലൊരു കുട്ടിയെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ. അപ്പൊ അത് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം ലഭിക്കാൻ, പിശാചിന്റെ ശർറിൽ നിന്നും കുട്ടിക്ക് സംരക്ഷണം ലഭിക്കാനുള്ള ദുആ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി കുട്ടികളുണ്ടായി ചെറിയ പ്രായത്തിലുള്ള മക്കളാണ്, ചെറിയ വയസ്സുള്ള മക്കളാണ്, 1 വയസ്സും 2 വയസ്സും 3 വയസ്സൊക്കെ ഉള്ള സംസാരിക്കാനൊന്നും തുടങ്ങാത്ത മക്കളാണെങ്കിൽ അവർക്ക് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരമക്കളായ ഫാത്തിമയുടെയും അലിയുടെയും റളിയല്ലാഹു അൻഹുമ പേരമക്കളായ അൽ ഹസൻ ബിൻ അലിയും അൽ ഹുസൈൻ ബിൻ അലിയും റളിയല്ലാഹു അൻഹുമ ഈ 2 പേർക്കും എന്ത് ചെയ്യാറുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുക്കാറുണ്ട് എന്നാണ്. എന്താണ്? ആ 2 കുട്ടികളെയും ഇരുത്തിയിട്ട് പറയും, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ, പൂർണ്ണമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമാത്തുകൾ കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് 2 പേരെയും മന്ത്രിക്കുകയാണ്, നിങ്ങൾക്ക് 2 പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയാണ്. മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ, എല്ലാവിധ പിശാചുക്കളിൽ നിന്നും അതുപോലെ തന്നെ വിഷജീവികളിൽ നിന്നുമൊക്കെ, പിശാചുക്കളിൽ നിന്നും അതുപോലെ വിഷജീവികളുടെ ഷർറുകളിൽ നിന്നും ഒക്കെ ഞാനിത് അള്ളാഹിനോട് നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഞാനിതാ രക്ഷ ചോദിക്കുകയാണ്. ഒമിൻ കുല്ലി ഐനില്ലാമ്മ, അതുപോലെ കണ്ണേറേൽക്കുന്നതിൽ നിന്നും ഞാനിതാ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ദുആ ചെയ്യുകയാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ചെറിയ മക്കളെ നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഈ പറയുന്ന കാര്യങ്ങൾ പറയണം. കാരണം കണ്ണേർ ഹക്കാണ്, ഐനു ഹഖുൻ, കണ്ണേർ സത്യമാണ്, സംഭവിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചെറിയ കുട്ടിക്ക് സംഭവിക്കും. ചില ആളുകൾ പരാതി പറയുന്നത് എവിടെയെങ്കിലൊക്കെ പോയി വന്നാൽ കുട്ടി പിന്നെ ഭയങ്കര കരച്ചിലാണ്, പ്രയാസമാണ്. അത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. വല്ല കണ്ണേർ ഏറ്റിട്ടുണ്ടാകും, അങ്ങനെയുള്ള വല്ല ഷർറുകൾ ഏറ്റിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ മഗ്രിബിന്റെ സമയമാകുമ്പോൾ കുട്ടികളെ പുറത്തേക്ക് പോകാതെ പിടിച്ചു വെക്കണം, പിന്നീട് ഇരുട്ടായാൽ പിന്നീട് കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പൈശാചികമായ ഷർറുകൾ കുട്ടികൾക്ക് ഏൽക്കാതിരിക്കാൻ പറഞ്ഞാണ്. അപ്പൊ ഈ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഇനി മാത്രമല്ല ഈ ദുആയെ കുറിച്ച് പറയുന്നത് സുമ്മ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, കാന അബൂക്കും, നിങ്ങളുടെ പിതാവായ പൂർവ്വ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യുഅവ്വിദു ബിഹിമാ ഇസ്മാഈൽ വ ഇസ്ഹാഖ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കളായ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും ഈ ദുആ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ട് എന്നാണ്. അത്രയും നബിമാർ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ദുആയാണ്, അത്രയും ശ്രേഷ്ഠതയുള്ള ദുആയാണ്. പിന്നെ നമ്മൾ ചെറിയ മക്കൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെയുള്ള അദ്കാറുകൾ കൊണ്ട് മന്ത്രിക്കണം, ദിക്റുകൾ കൊണ്ട് മന്ത്രിക്കണം. ഇനി വലിയ പ്രായത്തിലേക്ക് എത്തുമ്പോൾ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നുസ്രാസം പറഞ്ഞതുപോലെ യാ ഗുലാം സമ്മില്ല, നീ ബിസ്മില്ല പറയും, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ബിസ്മില്ല പറഞ്ഞാൽ പിശാചിന്റെ ഷർറ് ആ ഭക്ഷണത്തിൽ ഉണ്ടാവില്ല എന്നാണ്. വീട്ടിലേക്ക് പ്രവേശിക്കും ബിസ്മില്ല പറയണം, അതുപോലെ വാതിലടക്കും ബിസ്മില്ല പറഞ്ഞ് അടക്കണം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക. വസ്ത്രം അയക്കുമ്പോൾ ബിസ്മില്ല പറയണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടികൾക്കുള്ള രാവിലെയുള്ള പ്രാർത്ഥന, വൈകുന്നേരമുള്ള പ്രാർത്ഥന, നിസ്കാരത്തിൽ അതിന് മുമ്പൊക്കെ നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ സഹോദരങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ അത് അവർക്ക് വലിയ സംരക്ഷണം ലഭിക്കും. കാരണം ഷർറുകളുടെ പ്രധാനപ്പെട്ട 2 ഉറവിടങ്ങളിൽ ഒന്ന് പിശാചാണ്. 2 മനുഷ്യന്റെ മോശപ്പെട്ട മനസ്സാണ്.
അപ്പൊ അതിൽ നിന്നും പിശാചിന്റെ ഷർറിൽ നിന്നാണ് ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യണം, അത് ആ ഷർറുകൾ ഇല്ലാതിരിക്കാൻ ഈ രൂപത്തിൽ ദിക്റുകളും ദുആകളും അവർക്ക് എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ചുരുക്കി ഞാൻ പറയാം. നല്ല പേരുകൾ കുട്ടിയെ ഇട്ടു കൊടുക്കണം എന്നാണ്. അതൊക്കെ ചെറിയ കുട്ടികളെ പ്രായത്തിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മോശപ്പെട്ട പേരാണെങ്കിൽ അത് എത്ര വലിയ പ്രായമാണെങ്കിലും മാറ്റാം. വളരെ മോശപ്പെട്ട പേരാണ് കുട്ടിക്ക് ഒരാൾ ഇട്ട് കൊടുത്തതെങ്കിൽ, ഏതെങ്കിലും ശിർക്കൻ നാമങ്ങളാണ് ഒരാൾ ഇട്ട് കൊടുത്തത് എങ്കിൽ അത് വലിയ പ്രായമാണെങ്കിലും അത് മാറ്റാം. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നല്ല പേരുകൾ തിരഞ്ഞെടുക്കുക. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അല്ലെങ്കിൽ സ്വഹാബികളുടെ പേര്, നബിമാരുടെ പേര്, ഇങ്ങനെ നല്ല പേരിന് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയണം ആ പേരുകൾക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന പറയുന്നത്. പ്രത്യേകിച്ചും അത്തരം പേരുകൾ കുട്ടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിന്റെ ചരിത്രം അവർക്ക് എപ്പോഴും ഓർമ്മിപ്പിക്കുക. നിന്റെ പേര് മോനെ അബ്ദുള്ള എന്നാണ്, അള്ളാഹിന്റെ അടിമ എന്നാണ്. നീ എപ്പോഴും അള്ളാഹിന് വണങ്ങുന്നവനായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം അടിമയായിരിക്കണം. നീ അബ്ദുറഹ്മാനാണ്, റഹ്മാനാണ്, റബ്ബിന്റെ അടിമയാണ്, കാരുണ്യമുള്ളവനായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ സ്വഹാബികളുടെ പേര് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്ന സ്വഹാബിയാണ്, ഇന്ന നബിയാണ്, ഇന്ന ആലിമ, ഇന്ന പണ്ഡിതനാണ്, ഇങ്ങനെ നല്ല പേരുകൾ ഇട്ട് കൊടുത്തിട്ട് ആ കാര്യങ്ങളോട് പറയുമ്പോൾ അത് നല്ലതായിരിക്കും, കുട്ടികൾക്ക് അത് സ്വാധീനമുണ്ടാകും എന്ന് പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ കുനിയത്തുകളൊക്കെ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിൽ ചെറിയ കുട്ടികൾക്ക് തന്നെ കുനിയത്ത് ഇട്ട് കൊടുക്കാം. അത് മോശം പേരുകൾ അവർക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം ചില മോശം പേരുകളെ കുട്ടികൾക്ക് ചില ആളുകൾക്ക് വന്നാൽ ചിലപ്പോൾ സ്വാധീനിക്കും. അത് മോശമായിട്ട് തന്നെ ചിലപ്പോൾ അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യമായി അദ്ദേഹം പറയാണ്, കുട്ടികളെ നമ്മൾ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അൽ അദൽ ബൈന അൽ അബ്ന, മക്കൾക്കിടയിൽ നീതിയോടുകൂടി വളർത്തണം എന്നുള്ളത്. അതായത് ഒരു മകന് നല്ലോണം കൊടുത്തു, വേറൊരാൾക്ക് കൊടുത്തിട്ടില്ല, ഒരാൾക്ക് നല്ല രീതിയിൽ ഒരാൾ പരിഗണിച്ചു, വേറൊരാളെ പരിഗണിച്ചിട്ടില്ല. ഇത് പലപ്പോഴും മക്കൾക്ക് മാതാപിതാക്കളോട് ദേഷ്യവും അതുപോലെ പരസ്പരം സാഹോദര്യ ബന്ധങ്ങൾ അതിൽ വിള്ളലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചെറുതിലേ അവർക്കൊരു എതിർ സ്വഭാവം ഉണ്ടാവും. ഉപ്പാനോടും മറ്റുള്ള സഹോദരങ്ങളോടും ഉമ്മാനോടൊക്കെ ഒരു എതിർ സ്വഭാവം ഉണ്ടാവും. എപ്പോഴും എതിർ കക്ഷിയായിട്ട് കാണുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാവും. അത് അങ്ങോട്ട് നല്ല നിലക്ക് നീതിയോടുകൂടി പെരുമാറിയിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. സഹീഹ് ബുഖാരിയിൽ കാണാൻ ഉഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, അന്ന അബാഹു നഹലഹു അർളൻ, അദ്ദേഹത്തിന്റെ ഉപ്പ ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരു ഭൂമി സമ്മാനമായിട്ട് നൽകി, ഒരു ഹിബയായിട്ട് നൽകി, ഗിഫ്റ്റായിട്ട് നൽകി. വഅന്ന വാലിദതഹു തലബത് മിൻ അബിഹ അൻ യുഷ്ഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദാലിക. ഉമ്മ എന്ത് പറഞ്ഞു, ഇങ്ങനെ മകന് നുഅ്മാന് മാത്രം നൽകിയപ്പോൾ, വലിയൊരു ഭൂമി നൽകിയപ്പോൾ ഉമ്മ പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് പോയിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് സാക്ഷ്യം പറയണം, ഇത് റസൂലുള്ളാഹിനെ അറിയിക്കണം എന്ന് പറഞ്ഞു. ഫലമ്മാ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെങ്ങനെ മകനായ അദ്ദേഹത്തിന് ഇങ്ങനെ വലിയൊരു ഭൂമിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ചു, അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, നിന്റെ എല്ലാ മക്കൾക്കും ഇതേപോലെ കൊടുത്തോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എല്ലാവരും കൊടുത്തിട്ടില്ല. നേരം പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തഖുല്ലാഹ, നീ അല്ലാഹനെ സൂക്ഷിക്കണം, ഇഅ്ദിലു ബൈന ഔലാദിക്കും, നീ എന്ത് ചെയ്യണം, കുട്ടികൾക്കിടയിൽ നീതി കാണിക്കണം എന്ന് പറഞ്ഞു. ഒരാൾക്ക് നല്ല ഭൂമിയൊക്കെ കൊടുത്തു, വേറൊരാൾക്കൊന്നും കൊടുത്തിട്ടില്ല. അത് ശരിയല്ല. പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരാൾക്ക് ഒരുപാട് കൊടുത്തു, മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക, അതങ്ങനെ മനഃപൂർവ്വം ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. മക്കൾക്കിടയിൽ കൊടുക്കുമ്പോൾ അത് പ്രത്യേകിച്ചും കൊടുക്കണം. പലപ്പോഴും ചില സമയത്തൊക്കെ ആൺമക്കൾ ഇതിന്റെ പേരിൽ ചിലപ്പോൾ അവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആവാറുണ്ട്. ചില പെൺമക്കൾക്ക് വേണ്ട കല്യാണം കഴിപ്പിക്കാനുള്ള എല്ലാ വകുപ്പുകളൊക്കെ ചില ആളുകൾ കൊടുക്കും. അതിന് വേണ്ട സ്വർണവും അതിന് വേണ്ട റൂമും അതിനൊക്കെ ഒരുപാട് ലക്ഷങ്ങൾ ചിലപ്പോൾ കൊടുക്കും. ചില ആൺമക്കൾക്ക് ചിലപ്പോൾ അതിനൊന്നും കിട്ടൂല, ചിലപ്പോൾ അവനതിന് ആവശ്യക്കാരനായിരിക്കും. മക്കൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണം. പണ്ഡിതന്മാർ പറയാണ്, മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇത്തരം ഗിഫ്റ്റുകളാണ് എങ്കിൽ, ചെറിയ ഗിഫ്റ്റുകളാണെങ്കിൽ എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വലിയ ഗിഫ്റ്റുകളാണ് കൊടുക്കുന്നതെങ്കിൽ, വലിയ സ്ഥലം പോലത്തെ കാര്യങ്ങളാണ് എങ്കിൽ, ജീവിതകാലത്താണെങ്കിലും ശരി അനന്തരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം എന്നാ പറയും. മരിക്കുന്നതിന് മുമ്പേ വാപ്പ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തതിന് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശം വെക്കുമ്പോൾ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ വലിയ കാര്യങ്ങളാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കുമ്പോൾ അനന്തരാവകാശ നിയമത്തിൽ കൊടുക്കണം. വലിയ പറമ്പുണ്ട്, 3 ഏക്കറുണ്ട്, 2 മക്കളേ ഉള്ളൂ, ആണും ഒരു പെണ്ണും, വേറെ ആരും ഇല്ല അനന്തരം എടുക്കാൻ. ആണിന് 2 ഏക്കറും പെണ്ണിന് 1 ഏക്കറേ കൊടുക്കാവൂ. അല്ലാതെ 2 ആൾക്കാർക്ക് 1.5 ഏക്കർ വെച്ച് കൊടുത്താൽ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ആണിന് കുറഞ്ഞു. അത് അനന്തരാവകാശത്തിന്റെ നിയമത്തിൽ മാറ്റം വരികയാണ്. ഇപ്പൊ വലിയ ഗിഫ്റ്റുകളാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുമ്പോഴും അനന്തരാവകാശ നിയമങ്ങൾ പാലിക്കണം എന്നാ പറയുന്നത്. ചെറുതാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടന്മാർ പറയണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും,
പറയുന്നുണ്ട്, ലാ അഷ്ഹദു അലാ ജൗ, ഞാനൊരു അനീതിക്ക്, ഒരു അക്രമത്തിന് ഞാൻ കൂട്ടുകയില്ല, സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. വേറെ റിവായത്തിൽ കാണാം, അവിടുന്ന് ചോദിച്ചു, അയസുറുക അൻ യകൂനു ഇലൈക ഫിൽ ബിർരി സവാ, ഇവരെല്ലാവരും ഒരേപോലെ നിന്നോട് പുണ്യം കാണിക്കാൻ, ഒരേപോലെ നിന്നോട് നിന്റെ ബാധ്യതകൾ തീർക്കാൻ, മക്കളൊക്കെ എല്ലാവരും ഒരേപോലെ ഉപ്പാനും ഉമ്മാനും നോക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? കാരണം പലപ്പോഴും അങ്ങനെ അല്ലാതായി തീരും. മക്കൾക്ക് ഒരാൾക്ക് അങ്ങനെ തോന്നും. മക്കൾക്ക് ഉപ്പയോടും ഉമ്മയോടും എന്തെങ്കിലുമൊക്കെ മോശം തോന്നുന്ന രൂപത്തിൽ പെരുമാറ്റങ്ങൾ നടത്താതിരിക്കുക, അത് മക്കളുടെ പരിപാലനത്തിന് ബാധിക്കും. ചെറുതിലേ മക്കൾക്ക് ഉപ്പാനോടോ ഉമ്മാനോടോ ആ നിലക്ക് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ പെരുമാറ്റം ഉണ്ടായാൽ ആ ചെറുതിലേ അവർ വേറെ റൂട്ടിലേക്ക് പോകും, ഉപ്പയമ്മയും പറയുന്നത് കേൾക്കാതിരിക്കും. അപ്പം അങ്ങനെ ഒരു അങ്ങനെ ഒരു പരിപാടി ഇതിലൂടെ ഉണ്ടാകുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ ആകത്തുക. ഏഴാമത്തെ കാര്യം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അരിഫ്കു വറഹ്മ. അരിഫ്ക് ഉണ്ടാകണം, അതായത് അവരോട് പെരുമാറുന്ന സമയത്ത് സൗമ്യതയിൽ പെരുമാറണം, അതുപോലെ കാരുണ്യത്തിൽ പെരുമാറണം. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ എല്ലാവരും പരസ്പരം പെരുമാറാൻ, പരസ്പരം നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും പരസ്പരം റഫീഖുകളായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്കോടുകൂടി സൗമ്യതയോടുകൂടി പെരുമാറണം. എല്ലാവർക്കും ഉണ്ടാവേണ്ട സ്വഭാവമാണ്. അത് പ്രത്യേകിച്ചും മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വേണം. മക്കളോട് അങ്ങേയറ്റത്തെ റിഫ്കോട് കൂടി പറയണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിഫ്കിന്റെ കാര്യത്തിൽ പൊതുവായി പറയുന്ന ഒരു കാര്യം, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാന. സൗമ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു പ്രവൃത്തിയിൽ, ഒരു സംസാരത്തിൽ ഉണ്ടായാൽ അത് അതിനെ ഭംഗിയാക്കി മാറ്റും. ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് ആൾ സ്വീകരിക്കാനൊക്കെ കാര്യമാവും. ഈ പറയുന്ന കാര്യം എനിക്ക് 2 രൂപത്തിൽ പറയാം, ഒരു കാര്യം ഒരാളോട് എനിക്ക് 2 രൂപത്തിൽ പറയാം. അത് റിഫ്കാണ് അതിൽ ഉൾപ്പെടുത്തിയത് എങ്കിൽ, സൗമ്യതയുടെ ഭാവമാണ് നീ അവിടെ എടുത്തത് എങ്കിൽ, ഇല്ല സാനഹു, അതിനത് ഭംഗിയാക്കാതിരിക്കുകയില്ല. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു, അത് ഒഴിവായി പോയാൽ, നിന്റെ സംസാരത്തിൽ റിഫ്കില്ലാതായി പോയാൽ അത് വളരെയധികം അതെന്ത് ചെയ്യും, അത് പ്രയാസം ഉണ്ടാക്കും. അതിനൊരു ഭംഗിയില്ലാതായി, അതിനെ ഭംഗി എടുത്തി കളയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളെല്ലാ ആളുകളും എപ്പോഴും നമുക്ക് വേണ്ട കാര്യം തന്നെയാണ്, ജീവിതത്തിൽ എപ്പോഴും വേണ്ട കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദു മിൻ ഹൗലിക്, നീ എങ്ങാനും പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ നിന്റെ ചുറ്റും ആളുകൾ നിനക്ക് എതിരെ ഓടിപ്പോവായിരുന്നു, ആരും നിൽക്കൂല. അതുകൊണ്ട് നീ നല്ല രീതിയിൽ നീ പെരുമാറിയത് കൊണ്ടാണ് മക്കയിലുണ്ടായിരുന്ന ആളുകൾ നിന്റെ അടുക്കലേക്ക് എത്തിയത്. നീ പരുഷ സ്വഭാവിയായിട്ട് സംസാരിച്ചാൽ, പരുഷ സ്വഭാവിയായിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ആളുകൾ നിന്റെ അടുക്കലേക്ക് നിൽക്കൂല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം 10-20 വർഷം മുമ്പ് മരിച്ചുപോയ ആളാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ കാലഘട്ടം റിഫ്ക് കാണിക്കേണ്ട കാലഘട്ടമാണ്. ആളുകൾ ഇൽമിനോടും ദീനിനോടും ഒക്കെ വളരെ അകന്ന് നിൽക്കുന്ന ജഹലിന്റെ കാലഘട്ടമാണ്. അതിനൊക്കെ പലതും അടിസ്ഥാനങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല റിഫ്കോട് കൂടി ആളുകൾക്ക് കാര്യങ്ങൾ ദീന് പറഞ്ഞു കൊടുക്കണം. ആളുകൾക്ക് മുമ്പത്തേക്കാളും കൂടുതൽ പറഞ്ഞു കൊടുക്കണം. കാരണം ദീൻ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാനും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ അപ്പുറത്തിപ്പുറത്തുണ്ട്. അപ്പൊ അതൊക്കെ ആളുകൾ നികത്തുന്ന രൂപത്തിൽ ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് അദ്ദേഹം ആ കാലഘട്ടത്തിൽ പറയാം. സമൂഹത്തോട് പറഞ്ഞു വന്നത് ദീനിന്റെ പൊതു സ്വഭാവത്തിൽ പെടേണ്ട ഒരു കാര്യമാണ് റിഫ്ക് എന്ന് പറയുന്നത്. എന്നാൽ മക്കളുടെ കാര്യത്തിൽ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ഒരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഒക്കെ നല്ല റിഫ്ക് വേണം, സ്നേഹം വേണം, റഹ്മത്തും വേണം. ഒപ്പം റഹ്മത്തും വേണം. നമുക്കൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം അവിടെ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് പറയാണ്, ഖബ്ബല അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വൽ അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു ജാലിസുൻ ഇൻദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹസൻ ഇബ്നു അലിയെ ചുംബിച്ചു. ഈ പറയുന്ന അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇന്നലി അശറതൻ മിനൽ വലദ് മാ ഖബ്ബൽതു മിൻഹും അഹദ, എനിക്ക് 10ഓളം കുട്ടികളുണ്ട്, ഞാൻ ഒരാളെ ഇങ്ങനെ ചുംബിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ഗ്രാമീണനാണെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഫനദറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മൻ ലാ യർഹം ലാ യർഹം, നീ ഒരാൾ കരുണ കാണിക്കാത്തവൻ അള്ളാഹുവിന്റെ കരുണ ലഭിക്കില്ല, കരുണ കാണിക്കപ്പെടുകയില്ല എന്ന് പറയാം. കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ഇങ്ങോട്ട് കാണിക്കുന്ന കരുണ ഉണ്ടാവില്ല. ജനങ്ങളോട് കരുണ കാണിക്കണം. മക്കളെ ചുംബിക്കുക എന്നുള്ളത് അവരോടുള്ള കാരുണ്യത്തിൽപ്പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നുണ്ട്, ഒരിക്കലും ഒരു അറാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തുഖബ്ബിലൂന അസ്ബിയാൻ, ഹദീസിന്റെ ചെറിയ ഭാഗമാണ്, നിങ്ങൾ മക്കളെ ചുംബിക്കുവോ? ഫമാ നുഖബ്ബിലുഹും, നമ്മൾ അങ്ങനെ ചുംബിക്കാറില്ല, മക്കളൊന്നും ചുംബിക്കാറില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ അംലികു ലക അൻ നസഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കാരുണ്യം ഇല്ലാണ്ടായി പോയി. അതാണ് മക്കളെ കാണുമ്പോൾ ഒന്ന് ചുംബിക്കാൻ, ചെറിയ മക്കളെ കാണുമ്പോൾ സ്നേഹിച്ചുകൊണ്ട് ചുംബിക്കാൻ അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിന്റെ മനസ്സിൽ കാരുണ്യം എടുത്തു പോയിട്ടുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. പരുഷ സ്വഭാവം, ഞാൻ റഫാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മാതാപിതാക്കൾ അങ്ങനെയാണ് അല്ല. അവരോട് നല്ല രീതിയിൽ, ചെറിയ പ്രായമാണ്, അവർക്ക് അതേ അറിയുള്ളൂ, ചെറിയ പ്രായമാണ്. ഇനി ആ പ്രായം സഹോദരങ്ങളെ അല്പം വളർന്നാലും ശരി,
മക്കളോട് കാരുണ്യത്തിൽ പെരുമാറിയാലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞ് സ്വീകരിക്കുക. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ദീനുള്ള ആളുകൾ കാരുണ്യം കാണിക്കാതെ വളരെ പരുഷമായി കാര്യങ്ങൾ പെരുമാറി പരുഷമായ കാര്യങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും എന്ത് ചെയ്യും, ബാത്തിലിന്റെ വൃത്തികേടിന്റെ ആളുകൾ ഉണ്ടാകും, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാകും. അവർ നല്ല ചിരിച്ച് നല്ല സ്വഭാവത്തിൽ അവരിങ്ങനെ ഇരിക്കും, ഇസ്ലാമിന്റെ ശത്രുക്കൾ. എന്നിട്ട് അവരിങ്ങനെ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ ചെയ്താൽ മതി. കുട്ടികൾ വിചാരിക്കും ഇവരല്ലേ നല്ലത്, ഇവരല്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന, ഇവര് ഉപ്പൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, പെപ്പം പറഞ്ഞാൽ ദേഷ്യമാണ്, അങ്ങനെ ആയിരിക്കും. അതിൽ മക്കൾ ചിലപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരങ്ങൾ മോശപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവിടെയും കാരുണ്യം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, നമ്മൾ വളരെ റഫായിട്ട് കുട്ടികളോട് പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും എന്ത് സംഭവിക്കും, കുട്ടികൾ അകന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാം അതിൻ്റെതായ രീതിയിൽ നമ്മൾ കാണിക്കണം. അതിൻ്റെതായ രീതിയിൽ ദീൻ ഇസ്ലാം അടിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, നിസ്കരിക്കാത്ത കുട്ടിക്ക് 10 വയസ്സിന് അടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ആ ഒരു മാനദണ്ഡം നമ്മൾ മനസ്സിലാക്കണം. അടിക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും അടിച്ചെപ്പോഴും അങ്ങനല്ല, അടിക്കേണ്ട സമയത്ത് അടിക്കണം. എന്നാൽ ഇപ്പുറത്ത് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, നല്ല രീതിയിൽ പെരുമാറണം. കുട്ടിക്ക് മനസ്സിലാക്കണം, ഞാൻ അടിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അടിക്കുന്നത്, ഞാൻ ചീത്ത പറയുന്നുണ്ടെങ്കിൽ എന്തിനേ ചീത്ത പറയുള്ളൂ, ഞാൻ എല്ലാത്തിനും എതിരല്ല, എല്ലാ സൗകര്യങ്ങൾക്കും എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും ഞാൻ എതിരല്ല, ഞാൻ എന്തിനാണ് ഇത് ചെയ്യാൻ പറയുന്നത്, എന്തിനത് ചെയ്യണ്ട എന്ന് പറയുന്നത്, അത് കുട്ടിക്ക് മനസ്സിലാവണം. ആ രൂപത്തിൽ നല്ല അടുപ്പം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, മാതാപിതാക്കൾ എപ്പോഴും അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും പല കുട്ടികളും എന്ത് ചെയ്യും, എതിരായി പോകും. പല കുട്ടികളും മാതാപിതാക്കളോട് എതിരായി പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറിച്ച് അവരോട് അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കണം. അങ്ങനെ കാരുണ്യത്തിന്റെ ഒരു ഉദാഹരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അവർ പറയാണ്, ജാഅത്നി മിസ്കീന തഹ്മിലു ഇബ്നതൈനി ലഹാ, എൻ്റെ അടുക്കൽ ഒരു ദരിദ്രയായ സ്ത്രീ വന്നു, 2 പെമ്മക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഫഅതഅംതുഹാ 3 മറാത്ത്, വിശന്ന് വന്നതാണ്. ഞാൻ അവർക്ക് എന്ത് ചെയ്തു, വീട്ടിലുള്ള ഒരു 3 ഈത്തപ്പഴം ഉണ്ടായിരുന്നു, ഒരുപാടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ വീട്ടിലില്ല, ആ 3 ഈത്തപ്പഴം അവർക്ക് കൊടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഫഅതത് കുല്ല വാഹിദത്തിൻ മിൻഹുമാ തംറ, ആ 2 പെമ്മക്കൾക്കും ഈ ഉമ്മ എന്ത് ചെയ്തു, 3 എണ്ണം കിട്ടിയത് ഓരോന്ന് വെച്ച് കൊടുത്തു. വറഫഅത് ഇലാ ഫീഹാ തംറതൻ ലിതഅകുലഹാ, അവർ തിന്നാൻ വേണ്ടി വായിലേക്ക് ഒരു ഈത്തപ്പഴം ഇങ്ങനെ ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഫസ്തതഅമത്ഹാ ഇബ്നതാഹാ, ഈ 2 മക്കളും അത് വേഗം തിന്നു. അവർ വിശന്നിട്ടാണ് വന്നത്, ചെറിയ മക്കളാണ്. അവരത് തിന്ന ഉടനെ ഉമ്മാനോട് പിന്നെ അത് ചോദിച്ചു. അപ്പൊ ഈ ഉമ്മ തിന്നാൻ വേണ്ടി ഒരുങ്ങിയതാണ്. ഉമ്മ എന്ത് ചെയ്തു, ഫശഖത്തി തംറ അല്ലതി കാനത് തുരീദു അൻ തഅകുലഹാ ബൈനഹുമാ, അവർ തിന്നാൻ പോകുന്ന ആ ഈത്തപ്പഴം എന്ത് ചെയ്തു, അത് വീണ്ടും മുറിച്ചിട്ട് ഈ 2 പെൺമക്കൾക്ക് തന്നെ കൊടുത്തു. അവർ തിന്നിട്ടില്ല, അവർക്കും വിശപ്പുണ്ട്, അവർ കൊടുത്തിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഅജബനി ശഅനുഹാ, അവിടെ കാര്യം എനിക്ക് വലിയ അത്ഭുതമായി. ഫദകർതുല്ലദി സനഅത് ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ സംഭവിച്ച കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴേക്ക് ആ വിഷയത്തിന്റെ വഹി എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹാ അൽ ജന്ന, ഈ ഒരു കാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗം എന്ത് ചെയ്തിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. ഔ അതഖഹാ ബിഹാ മിനന്നാർ, അല്ലെങ്കിൽ അവരെ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത്. നോക്കൂ, ഒരു ഈത്തപ്പഴം പോലും കൊടുത്തിട്ടില്ല. ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിന്റെ പകുതി കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നേറുദാഹരണം നമുക്ക് ഇവിടെ കാണാം. ഈ ഉമ്മ കൊടുക്കണം, അതായത് ഉമ്മ ചെറിയ കുട്ടികളോട് കാണിച്ച റഹ്മത്ത്, അത് നമ്മുടെ ബാധ്യതയാണ്, അവർ നമ്മുടെ കാര്യങ്ങൾ സ്വീകരിക്കാൻ കാരണമാണ് എന്നെല്ലാം ഒരു ഭാഗത്തിരിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവുമായി ഇപ്പുറത്ത് മാറുന്നുണ്ട്. അപ്പൊ ആ കുട്ടികളോട് ആ രൂപത്തിൽ നമ്മളത് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നല്ല നിലക്ക് പെരുമാറണം. അങ്ങനെ കുട്ടികൾ ഉപ്പയോടും ഉമ്മയോടും നല്ല അറ്റാച്ച്മെന്റ് ഉള്ള, നല്ല സ്നേഹം ചെറുതിലേ ഉള്ള കുട്ടികളാകുമ്പോൾ പിന്നെ അവർ പറയുന്നത് കേൾക്കാൻ വളരെ എളുപ്പമായിരിക്കും. അവർ പെട്ടെന്ന് സ്വീകരിക്കും. ഉപ്പ പറഞ്ഞതാണ്, ഉമ്മ പറഞ്ഞതാണ്. വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഉപ്പ പറഞ്ഞതിനെതിരായിട്ട്, ഉമ്മ പറഞ്ഞതിനെതിരായിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല, അത് തള്ളിക്കളി. അവർക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും കൂടെ ഇരിക്കാനൊക്കെ ഇഷ്ടം ഉപ്പാനും ഉമ്മാന്റെ അടുക്കലായിരിക്കും. വീട്ടിൽ വരുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം. അതല്ലാതെ വീട്ടുകാരോട് ഒരിക്കലും നിൽക്കാത്ത, ഉപ്പാനോടും ഉമ്മാനോടും ഒരിക്കലും അടുപ്പിക്കാത്ത, വെറും നാട്ടുകാരോടെയും അതുപോലെ തന്നെ അങ്ങാടിയിൽ മാത്രം അലഞ്ഞു നടക്കുന്ന, അങ്ങനെ പയച്ചു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകില്ല. കാരണം മക്കള് വീട്ടിലിരിക്കാൻ ഇഷ്ടമുണ്ടാവും. കാരണം വീട്ടിൽ ഇരിക്കാനൊരു വെറുപ്പും വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് പലപ്പോഴും പല കുട്ടികളും എന്ത് ചെയ്യുക, ഇങ്ങനെ അങ്ങാടി കൂടെയും അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ആയിട്ട് പലപ്പോഴും പോകുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മാനസികമായ അടുപ്പുണ്ടാക്കണം, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം, എന്താണ് പ്രശ്നം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ രൂപത്തിൽ ബന്ധങ്ങൾ എന്ത് ചെയ്യണം,
പെൺമക്കളൊക്കെ ആയിട്ട് ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഉമ്മമാർ പെൺമക്കളെ കുറിച്ചിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പോകുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാണ് ആളുകളൊക്കെ വരും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണം. ഈ രൂപത്തിൽ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് എന്ത് കാര്യത്തിന് ഉപ്പയും ഉമ്മയുണ്ട്, അവരുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞാൽ മതി, എനിക്കതിന് പരിഹാരം കിട്ടും എന്ന രൂപത്തിൽ വരികയും അവർ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ വളരെ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അത് സഹോദരങ്ങളെ, മക്കളെ നമ്മുടെ കൂടെ ഒരുമിച്ച് നിർത്താൻ, ചേർത്ത് നിർത്താൻ ഏറെ സഹായകമാകുന്ന കാര്യമാണ്. അടുത്ത അദ്ദേഹം പറയുന്ന വിശാലമായ കാര്യമാണ്, അത് വളരെ ചുരുക്കി മാത്രം പറയാണ്. ബദ്ലു നുസ്ഹി വത്തൗജീഹ്. എപ്പോഴും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഗൈഡൻസും നൽകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പല വിഷയങ്ങളും പറയുന്നുണ്ട്. അതിന് അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത് ലുക്മാൻ തൻ്റെ മകന് നൽകുന്ന വസിയത്ത് തന്നെയാണ്. അപ്പം ലുക്മാൻ മകന് നൽകിയ വസിയത്ത് ആ പേജ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിന് പ്രത്യേകമായി തർത്തീബ് കാണാം, പ്രത്യേകമായി ഉൾപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത് തുടങ്ങിയത് തൗഹീദ് കൊണ്ടാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. തൗഹീദിന്റെ ഉപദേശം പറഞ്ഞു. പിന്നീട് മാതാപിതാക്കളുള്ള ബാധ്യതയെ കുറിച്ചിട്ടാണ് വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. മനുഷ്യന് മാതാപിതാക്കളുടെ കാര്യം, മാതാപിതാക്കളോട് ഇഹ്സാൻ കാണിക്കണം, നന്മ കാണിക്കണം. ഇത് ലുക്മാൻ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉപദേശങ്ങളാണ്. ആ കാര്യങ്ങൾ ദീനിയായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. നീ എന്നെ അനുസരിക്കണം എന്ന് പറയുന്നത്, നീ ഉപ്പാൻ അനുസരിക്കണം എന്ന് പറയുന്നത് ഇന്ന കാര്യം കൊണ്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ചില മാതാപിതാക്കളെ പോലെ ആകാൻ പാടില്ല. അവർ ചിലപ്പോ ഉപ്പാക്കെതിരായിരിക്കും മക്കളോട് പറഞ്ഞു കൊടുക്കുക. വിവരക്കേടാണ്. ഉപ്പ നല്ല ഉപ്പ തന്നെ ആയിരിക്കും, അല്ല ഉപ്പാന്റെ മോശക്കാരനായിട്ടല്ല. പക്ഷേ ഇവൾക്ക് ചിലപ്പോൾ ഭർത്താവിനുള്ള താല്പര്യക്കുറവ് കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും, മക്കളെ ചിലപ്പോൾ ഭർത്താവിനെതിരെ തിരിക്കും. ഫലത്തിൽ അവർ കുട്ടികൾ ദീനിൽ നിന്നാണ് അകന്നു പോകുന്നത്. അങ്ങനെ സംഭവം. അല്ലെങ്കിൽ ഉപ്പ ഉമ്മാക്കെതിരെ സംസാരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. മറിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അവർക്ക് തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടായാൽ പോലും എപ്പോഴും എന്ത് ചെയ്യാം, മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കൾ അനുസരിക്കണം എന്നുള്ള പാടാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കുട്ടികളെ അവരനുസരിക്കണം, ബഹുമാനിക്കണം, അങ്ങനെ മോശത്തിൽ സംസാരിക്കാൻ പാടില്ല. ചില ആൾ നേരെ തിരിച്ചായിരിക്കും. ഉപ്പായുടെ മോശം പെരുമാറിയാലും ഉമ്മ ഒന്നും പറയില്ല. കാരണം ഉമ്മാക്ക് ഇഷ്ടമല്ല ഉപ്പാന്, ഉമ്മാക്ക് ഭർത്താവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് കുട്ടികളെതിരെ സംസാരിച്ചാലും അവർക്ക് യാതൊരു കുഴപ്പമില്ല. ആ രൂപത്തിലായിരിക്കും. അല്ലെങ്കിൽ ഉമ്മയെ മക്കള് മോശമായിട്ട് പെരുമാറുന്നുണ്ടാലും ഉപ്പൊന്നും എതിർക്കൂല, പറയൂല. കാരണം കിട്ടട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അത് കുട്ടികൾ അങ്ങനെ മാതാപിതാക്കളോട് മോശം പെരുമാറുന്നുണ്ട് എങ്കിൽ അത് അവരുടെ ദീനിയായിട്ടാണ് ബാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുന്ന മാതാപിതാക്കളോട് പോലും അത് നീ സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ നല്ല നിലക്ക് പെരുമാറണം എന്ന് പറഞ്ഞു മാതാപിതാക്കളോട്. ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ച മാതാപിതാക്കളോട് പോലും. അപ്പൊ അതിന്റെ താഴെ വരുന്ന കാര്യമോ അത് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഹാത്തത്തിനെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നിന്നെ ആവരണം ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചിട്ട് ലുക്മാൻ മക്കളോട് പറയുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ മുറാഖബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അവസാനത്തിലേക്ക് നിസ്കാരം നിലനിർത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യാ ബുനിയ അഖിമിസ് സ്വലാഹ്, മോനെ നിസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്വഭാവം നീ അത് ആളുകൾക്കിടയിൽ കാഴ്ചവെക്കണം എന്ന സ്വഭാവത്തിന്റെ കാര്യങ്ങളും എല്ലാം സഹോദരങ്ങളെ പറയുന്നുണ്ട്. നീ ജനങ്ങളെ ഒരിക്കലും ചെറുതാക്കി കാണുന്ന ഒരാളാകാൻ പാടില്ല. ജനങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന അങ്ങനെ ആളാകാൻ പാടില്ല. വലാത്തം ഷിഫില മറഹ, അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ നീ നടക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം. നീ ശബ്ദം എങ്ങനെയായിരിക്കണം, ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ലുക്മാൻ തന്റെ മകന് നൽകുന്നുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അവതരിപ്പിച്ചത് ഈ കാര്യങ്ങൾ പാരായണം ചെയ്ത് നമ്മൾ അതേപോലെ മക്കൾക്ക് ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കാനാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ഈ ഒരു ഭാഗം മാത്രം ലുക്മാൻ മക്കൾക്ക് നൽകിയ ഉപദേശങ്ങളും അതിന്റെ വിശദീകരണങ്ങളും മാത്രം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് തീർന്നില്ല, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നബിമാര് മക്കൾക്ക് ഉപദേശം നൽകുന്ന കാര്യങ്ങൾ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് നൽകിയ ഉപദേശം, അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് നൽകിയ ഉപദേശം, അതെല്ലാം അന്ന് നടന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്താണ്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് എടുത്തിട്ട് ഇപ്പോഴും പറഞ്ഞു തരാണ്. എന്തിനാണ്? അതിന് പാഠം എന്താണ്? നമ്മൾ ആ രൂപത്തിലാവണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുവോ പറയുന്നത്, വസ്സാബിഹ ഇബ്രാഹിം ബനീഹി വയഅഖൂബ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സന്താനങ്ങളോട്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സന്താനങ്ങളോടും അവർ വസിയത്തായി നൽകി, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, നബിമാരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹിനെ സൂക്ഷിക്കണം, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ പാടില്ല. എന്നിട്ട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ചോദിക്കുകയാണ്, അം കുൻതും ശുഹദാ, താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല, താങ്കൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്, യാക്കൂബ് മരണാസന്ന വേളയിൽ കിടക്കുന്ന സമയത്ത്, ഇദ് ഖാല ലി ബനീഹി, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം
മക്കളോട് പറയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? സ്വത്തിന്റെ കാര്യമോ അല്ല, അതല്ല ചോദിക്കുന്നത്. കാരണം അതൊക്കെ അവിടെ ഉണ്ടാവും. എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? ഒരു നബി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് ജീവിതകാലം മുഴുവൻ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു നബി മരിക്കാൻ നേരത്ത് മക്കളോട് ചോദിച്ച് ഉറപ്പുവരുത്തുകയാണ്, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മാ തഅബുദൂന മിൻ ബഅദി. അവർ പറഞ്ഞു, ഖാലു, നമ്മൾ ആരാധിക്കും, നമ്മൾ പറഞ്ഞു, നഅബുദു ഇലാഹക, താങ്കളുടെ ഇലാഹിനെ, വ ഇലാഹ ആബാഇക ഇബ്രാഹിം, താങ്കളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം, വ ഇസ്മാഈൽ വ ഇസ്ഹാഖ, ഇവരുടെ എല്ലാം ഇലാഹായ ഇലാഹൻ വാഹിദൻ, ഏക ആരാധ്യനായ അള്ളാഹിനോട് മാത്രം നമ്മൾ ദുആ ചെയ്യും, ഇബാദത്ത് ചെയ്യും. വനഹ്നു ലഹു മുസ്ലിമൂൻ, നമ്മൾ അവന് കീഴ്പ്പെടുത്തുന്ന മുസ്ലിമീങ്ങളായിട്ട് തീരും എന്ന് മരിക്കാൻ നേരത്ത് ഉപ്പയോട് മക്കൾ പറയാണ്. മരിക്കാൻ നേരത്ത് മക്കളോട് തൗഹീദിന്റെ പാഠം അമ്പിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്? മരിക്കാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാലത്തൊക്കെ എത്ര പറഞ്ഞിട്ടുണ്ടാവും? ചിന്തിക്കണം. മരിക്കാൻ നേരത്തെ ഒരു ഉപ്പ അങ്ങനെ പറയണമെങ്കിൽ എല്ലാ സമയത്തും തൗഹീദിന്റെ കാര്യമൊക്കെ പറയണം മക്കളോട്. തൗഹീദിന്റെ കാര്യങ്ങൾ വീട്ടിൽ ചർച്ച വേണം. ഷിർക്കിന്റെ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ വീട്ടിൽ മക്കളുടെ ഇടയിൽ പറയണം, ഇത് ഷിർക്കാണ്, ഇങ്ങനെ ഒരു പ്രവൃത്തി ഇപ്പൊ സംഭവിച്ചില്ല, ഷിർക്കാണ്, ചെയ്യാൻ പാടില്ല. അതേത് കാര്യത്തിൽ അതിന് പ്രാധാന്യം നമ്മൾ തൗഹീദിന് കൊടുക്കണം, എന്നാലത് പറയാൻ കഴിയുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ, അത് ഷിർക്കൻ പ്രവൃത്തിയാണ്, ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇപ്പൊ ആളുകൾ കാണുന്നില്ലേ, കുട്ടികൾ പലതരത്തിലുള്ള കുരിശിന്റെയും മറ്റുമൊക്കെ ചിത്രമൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഇട്ട് നടക്കാൻ പല ഇംഗ്ലീഷ് പ്രീമിയം ലീഗിലെയും എല്ലാ രൂപത്തിലുള്ള ആ ക്ലബ്ബുകളിലൊക്കെ കുരിശില്ലാത്ത ജേഴ്സികൾ ഉണ്ടാവില്ല. അതൊന്നും ഇട്ട് നടക്കുന്നതിന് മാതാപിതാക്കൾക്ക് ഒരു ധാരണയില്ല, കുട്ടികൾക്കൊന്നും അറിയുന്നില്ല. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമായ ഷിർക്ക്, അതിന്റെ അടയാളമാണിത്. ഇത് ആളുകൾ ഇട്ട് നടക്കുകയാണ്. ഏതെങ്കിലും അങ്ങനത്തിലുള്ള അള്ളാഹുവിന് ഒരു തൃപ്തിയും താല്പര്യവും ഇല്ലാത്ത ചില കളിക്കാരുടെ പേരുകൾ പുറത്തു വെച്ചുകൊണ്ട് കുരിശുകൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ കുട്ടികൾ പള്ളിയിലേക്ക് വരികയാണ്. അത് മനസ്സിലാവുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഇത് ഈ രൂപത്തിൽ ഷിർക്കിന്റെ അപകടത്തെക്കുറിച്ചും അതിനോടുണ്ടാകേണ്ട വെറുപ്പിനെ കുറിച്ചും കുട്ടികൾ പഠിപ്പിക്കപ്പെടാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ പോകുന്നത്. കാരണം തൊട്ടു മുമ്പുള്ള മാതാപിതാക്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, മക്കളോട് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർ അതിനെ വളരെ അകലം പാലിക്കുമായിരുന്നു. അപ്പൊ ഈ രൂപത്തിൽ സഹോദരങ്ങളെ അമ്പിയാക്കൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തിനോട് പറഞ്ഞത്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തിനോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും കൽപ്പിച്ചിരുന്നു. ഇസ്മായിൽ നബി, ഒരു നബി എപ്പോഴും കുടുംബത്തിനോട് നിസ്കാരത്തിന്റെ കാര്യം ഇതെപ്പോഴും നമ്മൾ ചോദിക്കണം. നമ്മൾ ഒരിക്കൽ പറഞ്ഞാൽ പോലെ എപ്പോ എവിടെയും നിസ്കാരം കഴിഞ്ഞോ, എന്താണ് കാര്യങ്ങൾ ചെയ്തോ, ഇത് സക്കാത്ത് കൊടുക്കുന്നതിന്റെ സക്കാത്ത് കൊടുത്തോ, ഇത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇത് ഒരുപാട് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്, വഅ്മുർ അഹ്ലക്, നീ നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം, ബിസ്സലാ, നിസ്കാരത്തെ കൊണ്ട്. നബിന്റെ കുടുംബമല്ലേ, നബിന്റെ ഭാര്യമാരല്ലേ, അവർക്ക് നിസ്കരിച്ചോളൂ, അതുകൊണ്ട് കൽപ്പിക്കണ്ടെന്നല്ല, കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, നീ അതിൽ ക്ഷമിച്ചടിയുറച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുക്കണം. ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ഒരാളുടെ സമ്പത്ത് കൊടുക്കാൻ പാടില്ല, ഹലാലായത് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങൾ തെറ്റാണ്. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട തന്നെയാണ്, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 9ാമത്തെ കാര്യം അൽ ജലീസു സാലിഹ്. നമ്മളെ കുട്ടിയൊക്കെ എപ്പോഴും നല്ല കമ്പനി, നല്ല കൂട്ടുകാരുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽമർഉ അലാ ദീനി ഖലീലി, ഒരാൾ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കുന്നതാണ്. വളരെ ഗൗരവത്തിൽ ഒരു കൂട്ടുകാരന്റെ മതത്തിലായിരിക്കുന്ന പറയുന്നത്. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ആരോടൊപ്പം കൂട്ടുകൂടും എന്നുള്ളത് നോക്കട്ടെ എന്നാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. അതേപോലെ ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം മക്കളെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് മക്കളുടെ കാര്യത്തിൽ പറയുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ കാര്യത്തിൽ നോക്കണം, നമ്മൾ ആരുടെ കൂടെയാണ് നടക്കുന്നത് നമ്മൾ നോക്കണം. അതേപോലെ നമ്മുടെ മക്കൾ ആരുടെ കൂടെയാണ് എന്ന് നോക്കണം. അപ്പൊ അവിടെയാണ് നമ്മൾ എവിടെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, എവിടെയാണ് കുട്ടികളെ പറഞ്ഞയക്കുന്നത്, ഇതൊക്കെ പ്രസക്താക്കുന്നത്. കാരണം അവിടെ നിന്നൊക്കെയാണ് കുട്ടികൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാകുന്നത്. വളരെ മോശപ്പെട്ട അന്തരീക്ഷത്തിലേക്കാണോ പറഞ്ഞയക്കുന്നത്? പ്രത്യേകിച്ചും പ്രായമുള്ള പെൺകുട്ടികളൊക്കെ പല മാതാപിതാക്കളും ഒരു തരത്തിലുള്ള ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ദുനിയവിയായ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞേക്കാണ്. യാതൊരു തരത്തിൽ ദീനിയായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയില്ല. മാത്രമല്ല വളരെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നടമാടുന്ന ക്യാമ്പസുകളായിരിക്കും. പക്ഷെ യാതൊരു കുഴപ്പമില്ല, അതെനിക്ക് മക്കൾക്ക് പഠിക്കണം, അതുകൊണ്ട് വേറൊരു കാര്യം നോക്കേണ്ടതില്ല, ദുനിയാവ് മാത്രം നോക്കിയാൽ മതി എന്നുള്ള ചിന്ത. ഫലമോ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്ന മക്കൾ, അങ്ങനെ പ്രൊഡക്റ്റായിട്ട് വരുന്ന മക്കൾ ദീനിയായ യാതൊരു ചിന്ത അവർക്കില്ല, ദീനിയായിട്ടുള്ള ഒരു ബാധ്യത ഉത്തരവാദിത്വം അവർക്കില്ല, ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെയാണ്. അതൊക്കെ ഏതെങ്കിലും ഉസ്താദുമാർ ആരെങ്കിലൊക്കെ അവിടെ നിന്ന് ചെയ്തോട്ടെ, നമ്മളെ രീതിയിൽ പോകും.
നമുക്ക് ദീനുൽ ഇസ്ലാമിനോടൊരു കൂറുമില്ല, നമ്മുടെ ജീവിതത്തിൽ കൂറില്ല, സമൂഹത്തിനോട് കൂറില്ല. അങ്ങനെയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ സമൂഹം എന്ന് പറയുന്ന എല്ലാവർക്കും അതിൽ റോളുണ്ട്, പങ്കുണ്ട്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു പ്രഭാഷകർ, ഏതെങ്കിലും ഒരു പ്രാസംഗികർ അവർ പ്രസംഗിച്ച് അങ്ങനെ പോട്ടെ, നമുക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതല്ല. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? ഹക്ക് കൊണ്ട് ഉപദേശിക്കണം, അതിൽ പരസ്പരം ക്ഷമിക്കണം. ഇതെല്ലാവരെയും ബാധകമായ കാര്യമാണ്. മുൻകറൻ ഫലുഗയ്യിർഹു ബിയദിഹി, തെറ്റ് കണ്ടാൽ കൈ കൊണ്ട് എതിർക്കണം, അതല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണം, അതല്ല മനസ്സുകൊണ്ടെങ്കിൽ വെറുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഇതൊക്കെ എല്ലാവർക്കും ബാധ്യതയുള്ള കാര്യമാണ്. അല്ല ദീന് അതൊരു പ്രത്യേകമായ ആളുകൾ മാത്രം കൊണ്ട് നടക്കുക, ബാക്കിയുള്ള ആൾ തോന്നിയതുപോലെ നടക്കുക, ഇത് നസാറാക്കളുടെ ദീനിൽ പെട്ടാണ്. അവർക്ക് എങ്ങനെയും നടക്കാം. അവരുടെ പണ്ഡിതന്മാർ അവരുടെ പള്ളികളിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും, ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ദീനായിട്ട് യാതൊരു ബന്ധമൊന്നും ഉണ്ടാവേണ്ടതില്ല. ഞായറാഴ്ച കുർബാനയൊക്കെ പോയി അങ്ങനെ ചെയ്താൽ ബാക്കി ആർക്കും അങ്ങനെ ദീനിയായ പഠനമോ ദീനിയായ സംസ്കാരമോ അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ലാത്തതുപോലെയാണ്. അങ്ങനെ ഒരിക്കലാകാൻ പാടില്ല. മറിച്ച് സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിനെ ബാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കുക, നമ്മളെ മക്കൾ ആരുടെ കൂടെയാണ്. അത് കളിക്കാൻ പറഞ്ഞയക്കുമ്പോൾ ശ്രദ്ധിക്കണം, എവിടെ കളിക്കാൻ പോകുന്നത്, എവിടെ. പലപ്പോഴും ഇത്തരം കളിക്കാൻ പോകുന്ന സ്ഥലത്തുനിന്നും മറ്റുമൊക്കെയാണ് പല അധാർമിക പ്രവർത്തനത്തിന്റെ തുടക്കം സംഭവിക്കുന്നത്. പല സ്കൂളുകളിൽ നിന്നല്ലേ ഇപ്പൊ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെയൊക്കെ ലഹരികളും ലഹരി വേട്ടയും മറ്റുമൊക്കെ നടക്കുന്നത് ഇവിടുന്നാണ്, കോളേജുകളിൽ നിന്നാണ്. അത്തരം വലിയ MBBS പോലും പഠിക്കുന്ന ഡോക്ടർമാരാകുന്ന ആളുകളുടെ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇത്തരം കാര്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ പോകുന്ന കുട്ടികളാണ് ഈ ഹറാമിലാകുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പലപ്പോഴും ഇസ്ലാമികമായ സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടാക്കണം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ കുട്ടികൾ പേച്ചുവാണ്. അപ്പൊ അതിന് പണ്ഡിതന്മാർ വളരെ അധികം ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്ക് ഇസ്ലാമിക അന്തരീക്ഷമുള്ള സ്ഥാപനങ്ങളും അതിനുള്ള സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കിയേ മതിയാകും. കാരണം നമുക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റൂ. കുട്ടിക്ക് ദുനിയാവ് പഠിക്കേണ്ട, അവർക്ക് ദുനിയാവിൽ ജീവിക്കേണ്ടവരല്ലേ. ഒന്നും പഠിക്കാതെ കൈയ്യെട്ടിയിരിക്കാൻ പറ്റൂ. നാളെ അധ്വാനിക്കേണ്ടവരല്ലേ. അധ്വാനിക്കണം, പഠിക്കണം, ഇത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇസ്ലാമികമായ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മൾ വെറുതെ കൈയ്യെട്ടിയിരുന്നിട്ട് നമ്മളെ മക്കൾക്ക് സംവിധാനങ്ങളൊന്നുമില്ല, എവിടെയെങ്കിലൊക്കെ പഠിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ മക്കൾ ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിൽക്കണമെന്നില്ല. മക്കൾ അവരുടെ പാട്ടിലേക്ക് പോകും. അതുകൊണ്ട് മഹാനായ KM മൗലവി റഹിമഹുല്ലാ അദ്ദേഹം പഴയ കാലത്ത് കൈയെഴുത്തിനെ പണ്ട് ഇവിടെയുള്ള ആളുകൾ ഷിർക്കിന്റെയും ഖുറാഫത്തിന്റെയും ആൾ സ്ത്രീകൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പ്രമേയമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ച് കയ്യെഴുത്തൊക്കെ പഠിക്കാം, അത് ജായിസാണ്, ഇസ്ലാം അതിനെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ കാണാൻ പറ്റും, KM മൗലവി ഫത്വകളിൽ കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നുണ്ട് അവസാനം, പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കണം, പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകമായ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കണം. ആണും പെണ്ണും കൂടിക്കലരുന്ന സംവിധാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. അവസാനം നിങ്ങൾ നേരത്തെ വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ട് എന്താണോ നിങ്ങൾ അനുഭവിച്ചത് അതിനേക്കാളും വലിയ നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരിക്കലും പ്രത്യേകം അദ്ദേഹം പറയും, നിങ്ങൾ പാശ്ചാത്യന്മാർ ഈ വിഷയത്തിൽ പിൻപറ്റരുത് എന്ന് പറയുന്നുണ്ട്. എന്താണ് അവസ്ഥ? പലപ്പോഴും പ്രായമായ ആൺകുട്ടിക്കും പെൺകുട്ടിക്കൊക്കെ പഠിക്കാൻ സംവിധാനങ്ങളില്ല. അത് സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം, എങ്കിലേ ഇസ്ലാമികമായി ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം പലപ്പോഴും പല പെൺകുട്ടികൾക്കും പോകുമ്പോൾ അവിടെ ഹിജാബ് ധരിക്കാൻ പറ്റുന്നില്ല, തലയിൽ തട്ടിടാൻ പറ്റുന്നില്ല, മുട്ടോളമേ ഡ്രസ് ഇടാൻ പറ്റുന്നുള്ളൂ. അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ്, മോണ്ടിസറികളാണുള്ളത്. അപ്പൊ അവിടെയൊക്കെ പോയാൽ നല്ല ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന നല്ല രീതിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് വെപ്പ്. അതുകൊണ്ട് അവിടെ പോകുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന സംവിധാനങ്ങളില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ, ലുഹർ നിസ്കരിക്കാൻ സംവിധാനമില്ല, സ്ഥിരമായ ലുഹർ നിസ്കരിക്കാൻ കഴിയില്ല. ഇനി ജുമ പോലും നിസ്കരിക്കാൻ പറ്റാത്ത ആൺകുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച്. പെൺകുട്ടികൾ അവിടെ വെച്ച് നിസ്കരിച്ചാൽ വലിയ ക്രൈമാണ്. നിസ്കാരം എവിടെയും പറ്റൂല. അവിടെ ബെഞ്ചിൽ നിസ്കരിക്കാൻ അവിടെ ഒരു കഷ്ടപ്പെടല്, അവിടെ എവിടെയും നിസ്കരിക്കാൻ പറ്റും. നിസ്കാരം മാത്രം അവിടെ ചില സംവിധാനങ്ങൾ പറ്റൂല. അത് വലിയ അങ്ങനെ അവിടെ മതേതരത്വ മൂല്യം പാലിക്കണം. ബാക്കി ഒന്നിനുമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നടത്താം. കുട്ടിക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല. 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞു, 10 വയസ്സ് അടിക്കാൻ പറഞ്ഞു. നിസ്കരിക്കാൻ സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയി നിങ്ങളെ കുട്ടികളെ പറഞ്ഞയച്ചിട്ട് പിന്നെ എന്ത് നിങ്ങൾക്ക് കൽപ്പിക്കാൻ പറ്റും? എന്തടിക്കാൻ പറ്റും? കുട്ടികൾ ഓറുമില്ല, ചിലപ്പോൾ വൈകിട്ടാണ് വാൻ വരുന്നത്, അസറും ഇല്ല, രണ്ടും കൂടി കവായിട്ട് മഗ്‌രിബിന് ശേഷം നിസ്കരിക്കേണ്ടി വരും. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഇങ്ങനെയാണ് തർബീയത്ത് ചെയ്യപ്പെടുന്നത്, നിസ്കാരം ഇല്ലാത്ത അവസ്ഥയിലേക്ക്. ഇതിനൊക്കെ പരിഹാരം സഹോദരങ്ങളെ നമ്മൾ അതിനുവേണ്ടി തയ്യാറായാൽ എളുപ്പമുള്ള കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. അവസാനത്തെ പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറഞ്ഞാണ്, നമ്മൾ കുട്ടികൾക്ക് നല്ല സംവിധാനങ്ങൾ, നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ അവിടെ ശേഷം പറയുന്നുണ്ട്, ഇന്ന് കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരനായി മാറിയത് മൊബൈൽ ഫോണുകളാണ്. ആ മൊബൈൽ ഫോണ് ഒരു കമ്പനി ഇല്ലാത്ത കുട്ടികൾക്ക്, ഇപ്പോൾ ആരും ഒരു ബന്ധമില്ലാത്ത കുട്ടികൾക്ക് ഒരുപാട് ആൾക്കാരെ ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഇന്നത്തെ ഫോണുകൾ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ വേണം.
അതിലൂടെ ആരൊക്കെയാണ് അവർ ബന്ധപ്പെടുന്നത്, ആരൊക്കെയാണ് അവർ ചാറ്റ് ചെയ്യുന്നത്, ആരൊക്കെയായിട്ടാണ് അവർ ബന്ധം. കാരണം ദീനിനെ പൊളിച്ചു കളയാവുന്ന ഒരുപാട് ശുഭഹത്തുകൾ, സന്ദേഹങ്ങൾ, അതുപോലെ ഒരുപാട് ഷഹവത്തുകൾ, ദേഹേച്ഛകൾ, ഹറാമുകളിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സംഭവിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ചുരുക്കി പറഞ്ഞതാണ്. അവസാനത്തേത് അൽ ഖുദ്വത്തുൽ ഹസന. നിങ്ങൾ നല്ല റോൾ മോഡലായി മാറണം. കുട്ടികളോട് ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ നല്ല ആളാവണം. നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയാൽ കുട്ടികളതാണ് കാണുക. അതുകൊണ്ട് നിങ്ങളെപ്പോഴും എന്ത് ചെയ്യണം, ഒരു കുട്ടിയൊക്കെ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ കുട്ടികളോട് പറയുന്നുണ്ടല്ലോ, തൗജീഹാത്തുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും നിങ്ങളുടെ ഇല്ലെങ്കിൽ കുട്ടികളത് സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം മനുഷ്യന്മാരാരായാലും നമ്മളില്ലാത്ത കാര്യം ഒരാൾ പറയുമ്പോൾ അയാളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് തോന്നൂല. അതുകൊണ്ട് നമ്മൾ അതിന് റോൾ മോഡലായി കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാനായ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാകും അൻഹു, ഞാൻ നിങ്ങളെ തൊട്ട് വിലക്കുന്ന കാര്യത്തിൽ നിന്നും ഞാൻ എതിരാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല റോൾ മോഡലായിട്ട് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ദീനിയായ ചിട്ടയിൽ നമ്മൾ വളരുന്നത് അവർ കാണണം. അല്ല നമ്മളെല്ലാം തികഞ്ഞ ഉപദേശം മാത്രം നൽകുന്ന ആൾക്കാരല്ലല്ലോ, നമുക്കും ബാധ്യത ഉണ്ട് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് നമ്മൾ നല്ല റോൾ മോഡലായിട്ട് കാണിക്കണം. നമ്മൾ ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നു, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നു, ഹറാമെന്ന് വിട്ടു വെക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ രൂപത്തിലൊക്കെ ഇത് ഏതാനും ചില പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ ദുനിയാവിലും എന്നല്ല ആഖിറത്തിൽ നമുക്ക് നേട്ടമുണ്ട്. നമ്മൾ നാളെ മരിച്ചുപോയാൽ നമുക്ക് ബാക്കിയാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. അങ്ങനെ ദുആ ചെയ്യുന്ന നല്ല മക്കളാണെങ്കിൽ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ട് അവർ മരിക്കുന്നത് വരെയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളാണെങ്കിൽ സാലിഹ ആയ മക്കളായി വളർത്തണം. അതല്ലെങ്കിൽ ഒന്ന് മയ്യത്ത് നിസ്കാരം പോലും അറിയാത്ത മക്കളുണ്ടാവും. എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതോ പരിപാലിക്കുന്നതോ ഒക്കെ പോട്ടെ, മയ്യത്ത് നിസ്കാരത്തിൽ എന്താണ് എൻ്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത മക്കളായിരിക്കും നമുക്കുള്ളത് എങ്കിൽ മയ്യത്തിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് മയ്യത്ത് നിസ്കാരം. അത് എനിക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യേണ്ട വാചകങ്ങളൊന്നും അറിയില്ല, കാരണം ഒന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എങ്കിൽ നമുക്ക് ഇതൊക്കെ പരലോകത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്നാൽ നല്ല മക്കളാണെങ്കിൽ ചിന്തിച്ചു നോക്കും, നല്ല ദീനിയായി നിങ്ങൾ വളർത്തിയാൽ പിന്നെ അതിന്റെ പരമ്പരയിൽ ഉണ്ടാകുന്ന നല്ല നല്ല കാര്യം കുട്ടികളുണ്ടാകും. അവരുടെ അമലുകളിൽ നിന്നെല്ലാം ഒരു ഓഹരി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മക്കൾ ചെയ്യുന്നതിന്റെ ഓഹരി നിങ്ങൾക്ക് കിട്ടും, മക്കളുടെ മക്കൾ ചെയ്യുന്നതിന്റെ ഓഹരി നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളാണ് അതിന്റെ അടിസ്ഥാനം. നിങ്ങൾ വിട്ടുവെച്ചു പോയ മക്കളാണ്, അവരുടെ ദുആ, അവരുടെ കർമ്മങ്ങൾ, അതിൽ നിന്നൊക്കെ ഓഹരി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് സൽമാൻ സലാഹിയുടെ ക്ലാസ്സിന് ശേഷം ചെറിയൊരു 5 മിനിറ്റ് കൂടി എനിക്ക് നിങ്ങളോട് ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിന് ശേഷം സംസാരിക്കാം. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.